ജോയ്സ് ടിവിയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങൾ എല്ലാവരും കർത്താവിൽ സന്തോഷമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. ഞങ്ങളുടെ ചാനലിലൂടെ കേൾക്കുന്നതായ ഈ സാക്ഷ്യങ്ങൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആത്മീയ അനുഗ്രഹത്തിന് കാരണമായി തീരുന്നു എന്ന് ഞങ്ങൾ കർത്താവിൽ വിശ്വസിക്കുന്നു. കർത്താവ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അങ്ങനെ തന്നെ ആക്കി തീർക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. ഇന്ന് നമ്മോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ടതായ സാക്ഷ്യം ഷെയർ ചെയ്യുന്നതിന് കടന്നു വന്നിരിക്കുന്നത് സിസ്റ്റർ ട്രസി മോളി ഫ്രം ബാംഗ്ലൂർ. ആ പ്രിയ കർത്താവിന്റെ ദാസിയെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ജോയ്സ് ടിവിയിലേക്ക് ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. സിസ്റ്റർ കർത്താവിൽ സന്തോഷമായിരിക്കുന്നുവോ? പ്രൈസ് ദി ലോർഡ് ആന്റി, സന്തോഷമായിട്ടിരിക്കുന്നു. ഓക്കെ. കർത്താവ് സഹോദരിയെ സഹായിക്കട്ടെ. ജീവിതത്തിന്റെ അനുഭവങ്ങളിലേക്ക് കടക്കുന്നതിന് മുന്നമേ തന്നെ നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. പരിശുദ്ധ കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നപ്പാ. നിങ്ങളുടെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കുന്നല്ലോ. കർത്താവേ, പ്രിയ സഹോദരി വടിയുമായി ദൈവസന്നിധിയിൽ അടുത്തു വന്നിരിക്കുന്നു. കർത്താവേ, പ്രിയ ദൈവദാസിയുടെ സാക്ഷ്യം കർത്താവെ ഷെയർ ചെയ്യുന്നത് കേൾക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങൾക്കും അനുഗ്രഹമായി തീരുവാൻ സഹായിക്കണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദൈവദാസി ജീവിതാനുഭവങ്ങളെ ഷെയർ ചെയ്യാവുന്നതാണ്. ഓക്കെ. ആന്റി പറഞ്ഞതുപോലെ എന്റെ പേര് മോളി. എന്റെ പേര് മോളി എന്നാണ്. വീട്ടിൽ വിളിക്കുന്ന മോളി എന്നാണ് വിളിക്കുന്നത്. എന്റെ ഹസ്ബൻഡിന്റെ പേര് മോനച്ചൻ എന്നാണ്. എനിക്ക് ഇപ്പൊ ഞങ്ങൾ ബാംഗ്ലൂർ സെറ്റിൽഡ് ആണ്. 30 വർഷത്തിന് മുന്നേ ഞങ്ങൾ ഇവിടെ വന്നതാണ്. എനിക്ക് 3 കുഞ്ഞുങ്ങളുണ്ട്. ഇളയ ആള് പഠിക്കുന്നു. രണ്ടാമത്തെ ആള് ഫിസിയോതെറാപ്പിസ്റ്റ് ആണ്. അവള് പഠിച്ചിട്ട് ഇപ്പൊ ജോലിക്ക് വേണ്ടി ജോലി നോക്കിക്കൊണ്ടിരിക്കുന്നു. പിന്നെ മൂത്ത മോളുടെ കല്യാണം കഴിഞ്ഞു. അവരിവിടെ തന്നെ ബാംഗ്ലൂരിൽ തന്നെ ഉണ്ട്. ഞാൻ എന്റെ ബാല്യകാലം പലപ്പോഴും ഓർക്കുന്നുണ്ട്. ബാല്യകാലത്തിലെ ഞാൻ ഒരു 6ാം ക്ലാസ്, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 6ലൊക്കെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ഈ ദൈവവചനം കേൾക്കുന്നത്. ദൈവവചനം കേൾക്കുന്നു പറഞ്ഞു കഴിഞ്ഞാല് ഞങ്ങളുടെ വീട്ടിന് അടുത്ത് ഒരു ഏജിയിലെ ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നു. അപ്പൊ ആ ഏജിയിലെ കൂട്ടായ്മ അതിനടുത്തൊരു ഹാൾ എടുത്തിട്ട് ഇവര് ഇങ്ങനെ ചെയ്യുവാണ്. അപ്പൊ നമുക്കറിയില്ല, എനിക്ക് ദൈവത്തിന്റെ കൃപയോ അല്ലെങ്കിൽ ദൈവമെന്നോ അല്ലെ ബൈബിള് വായിച്ചിട്ടോ അല്ലെങ്കിൽ ഒന്നും ആ സമയത്തൊന്നും അറിയില്ലായിരുന്നു. പിന്നെ പിതാവ് സീസക്കാരനും അമ്മ റോമൻ കത്തോലിക്കക്കാരിയായിരുന്നു. അങ്ങനെ അവരുടെ കല്യാണം കഴിഞ്ഞ് അങ്ങനെ ജീവിച്ചു. എന്റെ നേരെ മൂത്തത് 2 ആണുങ്ങളാണ്. അതിനുശേഷം ഞാൻ 3ാമത്തെ പുത്രിയായിട്ടാണ് ഞാൻ ജനിച്ചു. ബാല്യകാലത്തിൽ ഒത്തിരി കഷ്ടതയും പ്രയാസങ്ങളൊക്കെ അനുഭവിച്ചു. ഇപ്പൊ എന്ന് പറയുന്ന പോലെ തന്നെ ഒരുപാട് കഷ്ടങ്ങളും പ്രയാസങ്ങളും അനുഭവിച്ചാണ് മുന്നോട്ട് ജീവിച്ച് വളർന്നു വന്നത്. ആയിരിക്കും കാലത്ത് ഞാൻ ഏകദേശം ഒരു 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ആ സമയത്താണ് ഈ ദൈവം പാട്ട് കേൾക്കുന്നത്. യേശുവോട് ചേർന്നിരിപ്പത് എത്ര മോദമേ എന്നുള്ള പാട്ട് ഇങ്ങനെ പാടി. ആ ഹോളി അവിടെ നമ്മുടെ അടുത്ത് തന്നെയാണ്. അപ്പൊ കേട്ട എനിക്കൊരു ഭയങ്കര ആകാംക്ഷ, അവിടേക്ക് പോയാലോ എന്നിങ്ങനെ ചിന്തിച്ചു. വീട്ടിൽ അമ്മയോട് ചോദിച്ചു, പൊയ്ക്കോട്ടെ എന്ന് ചോദിച്ചപ്പോ അമ്മ പറഞ്ഞു, ആദ്യം പറഞ്ഞു പൊയ്ക്കോളാൻ പറഞ്ഞു. അങ്ങനെ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മ ഭയങ്കര ഇതായിരുന്നു. അങ്ങനെ പെന്തക്കോസിൽ ചേരാൻ പാടില്ല, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു. ഒന്നും വിട്ടില്ല. പിന്നെ അത് അങ്ങനെ അവിടെ ചെന്ന് ഞാനൊരു 4 മാസം അവിടെ കണ്ടിന്യൂസ് പോയി. ഞാനും എന്റെ അനുജത്തിമാരും കൂടെ കൂടി ചെന്നപ്പോ അവര് ഇപ്രകാരം പറഞ്ഞു, നിങ്ങൾ സ്നാനപ്പെടണമെന്ന് പറഞ്ഞു. അപ്പൊ രക്ഷയിലേക്ക് കടന്നു വരണം, സ്നാനപ്പെടണമെന്നൊക്കെ പറഞ്ഞു. അപ്പൊ രക്ഷ എന്തുവാണോ സ്നാനം എന്താണെന്നോ എനിക്കറിയില്ല. ദൈവവചനമായിട്ടൊന്നും യാതൊരു പിടിയില്ല, ദൈവവചനം വായിച്ചിട്ടുമില്ല, അതുകൊണ്ട് അറിയില്ലായിരുന്നു. അപ്പൊ അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ അവര് സ്നാനപ്പെടാനൊക്കെ നിർബന്ധിച്ചപ്പോഴത്തെ എന്റെ വീട്ടിൽ ഭയങ്കര പ്രശ്നമായി. സ്നാനപ്പെടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു അങ്ങനെ വിലക്കി. പിന്നെ അങ്ങനെ ഒരു സഹോദരി എന്നോട് പറഞ്ഞു, രക്ഷിക്കപ്പെടാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു തരണം പറഞ്ഞു. ഞാൻ എഴുന്നേറ്റ് അങ്ങനെ രക്ഷ പറഞ്ഞിട്ട് ഞങ്ങള് പോയില്ല. പിന്നെ വീട്ടിൽ നിന്ന് വിടത്തില്ലായിരുന്നു. ഭയങ്കര പ്രതികൂലമായിരുന്നു അന്നേ എന്റെ മാതാവ്. അങ്ങനെ വീട്ടിൽ നിന്ന് വിട്ടില്ല. അത് കഴിഞ്ഞൊരു ഏകദേശം ഒരു 6 വർഷം കഴിഞ്ഞതിന് ശേഷം പിന്നെയും ഇവര് അവിടെ പ്രാർത്ഥന കൂട്ടം, അവർക്ക് അവിടെ ഹോള് അവിടെ എടുത്തെന്ന് പറഞ്ഞാൽ ചർച്ചില്ലായിരുന്നു. അങ്ങനെ ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നു. വീട്ടിലൊക്കെ വന്ന് അമ്മയോട് പറഞ്ഞു സൺഡേ സ്കൂളിന് വരണമെന്നൊക്കെ പറഞ്ഞു. എന്നാലും സൺഡേ സ്കൂളിനൊന്നും വിടത്തില്ലായിരുന്നു. അങ്ങനെ അവരവരോട് സ്നാനം വെച്ച് കഴിഞ്ഞപ്പം എനിക്ക് ഈ ആദ്യം അനുഭവിച്ച രക്ഷ അതെന്റെ ഉള്ളിനകത്ത് ഇങ്ങനെ തിങ്ങിക്കൂടി കിടക്കുവാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. അപ്പം നമുക്ക് ഒത്തിരി പ്രായമൊന്നുമില്ലല്ലോ, അത് ചിന്തിക്കാനുള്ള ഒരു പ്രായമൊന്നുമില്ല. അപ്പോഴെന്റെ മാതാവ്
ഒത്തിരി പ്രതികൂലത്തിന്റെ മധ്യത്തിൽ നിന്ന് പറഞ്ഞ് എന്റെ അനിയത്തിമാരും എന്റെ കൂടെ വരുമായിരുന്നു, സഹോദരിമാർ, സിസ്റ്റേഴ്സ്. എനിക്ക് 2 പേരാണ്, ഞങ്ങൾ 8 മക്കളാണ്. അപ്പൊ എന്റെ കൂടെ ഇങ്ങനെ വരുമായിരുന്നു. അപ്പൊ അവരോട് പറഞ്ഞു, അങ്ങനെ ഞാൻ അങ്ങനെ പോകാൻ തുടങ്ങിയത് അമ്മ അതും ഇതെല്ലാം ഇതൊന്നും ഇവിടെ പറയാൻ പറ്റത്തില്ല. എന്റെ മാതാവ് ഒത്തിരി മാത്രം പ്രതികൂലത്തിന്റെ മധ്യത്തില് വിടത്തൊന്നുമില്ലായിരുന്നു. വീട്ടിലെ ജോലിയൊക്കെ ഞാനായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ അങ്ങനെയൊക്കെ ആയിരുന്നപ്പോഴേ ഒരുപാട് പ്രതികൂലമായിരുന്നു. മാതാവ് എന്നെ വിടാതെയൊക്കെ ഒരുപാട്. അങ്ങനെ ഞാൻ എന്തുപോയാലും വേണ്ടിയല്ല. അവിടെ ഒരു 1986 അവിടെ ഒരു ഉപവാസ പ്രാർത്ഥന വെച്ച് ആ ചർച്ചിലെ. അപ്പൊ ഞാൻ അന്ന് അതിന് മുന്നേ രക്ഷിക്കപ്പെട്ടതാണല്ലോ. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ മനസ്സിനകത്ത് ഇങ്ങനെ കുറിച്ച് വെച്ചിരുന്നു, ഇവര് സ്നാനം കൊണ്ട് വരണമെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പാസ്റ്റർമാരല്ലേ, അവർ ഒന്ന് പറഞ്ഞ് നിങ്ങൾ സ്നാനപ്പെട്ടോ, ബാക്കി കാര്യം ഞങ്ങൾ ഏറ്റോളാം എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു വരുന്നതിന്റെ സാരം മനസ്സിലാക്കണം. ഏറ്റോളാന്നൊക്കെ പറഞ്ഞ് ഇവരൊരു വ്യാഴാഴ്ച ദിവസമായിരുന്നു. ഒരു 10 മണിയായി. നമ്മുടെ നാട്ടിലൊക്കെ ആന്ന് ഈ ആറ്റിലൊക്കെ അല്ലേ, പുനലൂർ തൊളിക്കോട് ആറെന്ന് പറയും, ആറിനകത്ത് കൊണ്ടുവന്ന് സ്നാനപ്പെടുത്താം. അങ്ങനെ ഞാൻ ഒരുങ്ങിയപ്പോഴത്തേക്ക് എന്റെ മാതാവിനെ ഭയങ്കര പ്രതികൂലം, എന്നെ തല്ലുകയും അടിക്കുകയും. എനിക്കാണെങ്കിൽ ഒരുപാട് മുടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ആ മുടിയൊക്കെ അമ്മ പിന്നെ ഇത് തീ വെച്ചു കരിച്ചു. പിന്നെ അതുപോലെ തന്നെ പിച്ചാത്തി എടുത്തോണ്ട് കണ്ടിച്ചു. അതിനുശേഷം അമ്മ ഇടയ്ക്കൊന്ന് കണ്ടിച്ച് തിരുപ്പം കെട്ടി. ഒരുപാട് ഒത്തിരി അങ്ങനെ അതുവഴി ദേഹോദ്രവം ചെയ്യുകയും മുടിക്ക് കുത്തിക്ക് പിടിച്ചടിക്കുകയും ഒത്തിരി ഒരുപാട് പ്രതികൂലം. അങ്ങനെ പിന്നെ അവർ സ്നാനത്തിൽ എന്നെ വിടത്തില്ല. അനിയത്തിമാരോട് പറഞ്ഞു, ഇവര് നിങ്ങൾ പോവരുത്, ഇവിടെ അനുസരിക്കാതെ അങ്ങ് നടക്കുവാന്ന് പറഞ്ഞിട്ട് വേറെ ഒത്തിരി വേർഡ്സുകളൊക്കെ പറയുന്നുണ്ട്. അതൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. അങ്ങനെ ഞാൻ ഇവര് വിടാതിരുന്ന അമ്മയ്ക്കാണെങ്കിൽ ആസ്മയുണ്ട്. അമ്മ ഇങ്ങനെ കിടക്കും, വീട്ടിലെ ജോലി മുഴുവനും ഞാനാ ചെയ്യുന്നത്. മാതാവ് ഇങ്ങനെ കിടന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്തെന്നറിയാമോ? തലമുടിയൊന്നും കെട്ടിയില്ല. ഞാൻ എഴുന്നേറ്റ് രാവിലത്തെ വീട്ടിലെ എല്ലാ പണികളൊക്കെ ചെയ്തു വെച്ചതിന് ശേഷം, അന്ന് ഞങ്ങളൊരു ചെറിയ വീട്ടിലാണ് താമസിക്കുന്നത്. അന്നൊക്കെ അത്ര 2 മുറി ഒരു പിന്നെ പിന്നെ ഒക്കെ ഉള്ള ഒരു വീട്ടിലാണ് ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അത് അന്നേരം ഈ മാതാവ് ഞാൻ ജോലിയൊക്കെ ചെയ്തതിന് ശേഷം എല്ലാം ഒതുക്കി കഴിഞ്ഞിട്ട് ഞാൻ എങ്ങനെയും പോകാം, എനിക്ക് നല്ലൊരു ഡ്രസ്സുണ്ട്, ഒരു പാവാടയും ബ്ലൗസും, അന്ന് സ്കേർട്ട് ഒരു ഇതുമൊക്കെ ആണല്ലോ ഇടുന്നത്. അപ്പൊ അത് ഇട്ടതിന് ശേഷം ഞാൻ അമ്മയ്ക്ക് മനസ്സിലായി നല്ലത് ഇട്ടിട്ട് ഇവക്ക് പോകാനാ. അപ്പൊ എല്ലാരും സമയമായി, 10 മണിയായി, ഒരു 9 മണിയായി. എല്ലാരും എന്റെ കൂടെ 11 പേരാ സ്നാനപ്പെടുന്നത്. ഇവരെല്ലാം സ്നാനക്കളത്തിലേക്ക് പോയി. എനിക്ക് പോകാൻ പറ്റുന്നില്ല. ഇവിടെ എന്നിട്ട് എന്നെ കാവലിരുത്തി എന്റെ അനുജത്തിമാരെ, ഇവിടെ പോകുന്നു നോക്കണമെന്ന്. അപ്പൊ ഞാൻ പോയി ഒരുങ്ങി പോകാൻ ഇറങ്ങിയപ്പോഴത്തേക്ക് ഇവരെ 2 കൊണ്ട് എന്നെ പിടിച്ചവിടെ നിർത്തിപ്പിച്ചിട്ട് അമ്മ ഞാൻ എഴുന്നേറ്റ് ഇറങ്ങി ഒറ്റ താഴെ ഒരു കുറച്ചൊത്തിരി ദൂരം പോകണം, ഒരു ഫർലോങ് എന്ന് വെച്ചാൽ 1 കിലോമീറ്ററിലധികം പോകണം. ഓടിച്ചെന്ന് ഞാൻ അപ്പോഴത്തേക്ക് സ്നാനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവരെല്ലാം ഇങ്ങനെ സ്നാനപ്പെട്ടുകൊണ്ട് എന്റെ അടുത്ത് അവരെല്ലാം ഇങ്ങനെ പാട്ട് പാടുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. സ്നാനത്തിനൊക്കെ പാട്ട് പാടിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാനവിടെ എത്തി. അവര് പിന്നെ സ്നാനത്തെ കുറിച്ചൊക്കെ പറഞ്ഞ് അന്നേരം എന്നോട് പറഞ്ഞു, സഹോദരി നീ സ്നാനപ്പെടാൻ ആഗ്രഹിച്ചു വീട്ടിൽ പ്രതികൂലമായിട്ടല്ലേ വന്നതെന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞാന്ന് ഓക്കെ സ്നാനപ്പെട്ട് കഴിഞ്ഞ് ബാക്കി കാര്യം ഞങ്ങൾ നോക്കിക്കോളാം ഇവര് പറഞ്ഞു. അത് എന്തുമായാലും കൊള്ളാം, എനിക്ക് ഡ്രസ്സൊന്നും മാറി കൊടുക്കാനില്ല. അപ്പൊ എന്റെ കൂടെ സ്നാനപ്പെടാൻ വന്ന ഒരു സഹോദരി, ഒരു പെൺകുട്ടി, അവള് സ്നാനപ്പെട്ടതിന് ശേഷം അവളുടെ പേര് മോളി എന്നാണ്. അവൾ സ്നാനപ്പെട്ടതിന് ശേഷം അവളുടെ ഡ്രസ്സ് ഊരി പിഴിഞ്ഞെനിക്ക് പിഴിഞ്ഞു തന്നിട്ട് ഞാന് എന്റെ ഡ്രസ്സ് നനയാത്തത് ഊരി മാറ്റി വെച്ചിട്ട് അത് ഞാൻ എടുത്ത് ഇട്ട് പ്രൈസ്തലോട് അതിട്ട് ഞാൻ സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പം പിന്നെ ഈ 10-11 പേരും സ്നാനപ്പെട്ട എന്റെ കൂട്ടത്തില് ലാസ്റ്റിലാണ് ഞാൻ സ്നാനപ്പെടുന്നത്. കാരണം എനിക്ക് തുണിയില്ലാത്തത് കൊണ്ട്. അങ്ങനെ സ്നാനപ്പെട്ട് കഴിഞ്ഞ് പിന്നെ എനിക്ക് എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല. എന്തുവായാലും കൊള്ളാൻ 2 കൽപ്പിച്ച് വീട്ടിലേക്ക് കയറി ചെന്നപ്പോ അന്നേരം ഒരു മൗനമായിട്ടിരുന്നു എന്റെ മാതാവ്. മൗനമായിട്ടിരുന്നിട്ട് പിന്നെ ഭയങ്കര പ്രതികൂലമെന്ന് പറഞ്ഞാല് പിന്നെ എന്റെ മാതാവ് ഉറഞ്ഞു തൊള്ളാൻ തുടങ്ങി. നീ മാമാരുടെ കൂടെ പാനില്ലേടി എന്നൊക്കെ ചോദിച്ചു കുറെ വർത്താനങ്ങള്. അങ്ങനെ പെന്തക്കോസ്തുകാർ ഇവിടെ പോകാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു. അമ്മയ്ക്ക് കുഞ്ഞുങ്ങളെയൊക്കെ വളർത്തുന്ന അമ്മ പള്ളിയിലോ ഒന്നും പോകാറില്ല. പിന്നെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് യാക്കോബ ചർച്ച, ഞങ്ങളുടെ അടുത്തൊരു ചർച്ച ഉണ്ട്, അവിടെ ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അപ്പൊ അവർ പറഞ്ഞു നിങ്ങളുടെ മെമ്പർഷിപ്പ് എടുക്ക്. ഞങ്ങളുടെ CSC ചർച്ച എന്ന് പറഞ്ഞാൽ ഫാമിലി ചർച്ച്, അത് ഒത്തിരി ദൂരമാണ്. അവിടെ ഞങ്ങൾ പോകത്തില്ല, ദൂരമായിട്ട് പോകത്തില്ല. അമ്മയ്ക്ക് കുഞ്ഞുങ്ങളെയൊക്കെ വളർത്തുകയൊക്കെ ചെയ്യണം. പിന്നെ മുറ്റത്തൊരു കിണറുണ്ട്, അതുകൊണ്ടൊക്കെ അമ്മ ഇങ്ങനെ കൊണ്ടുപോയിട്ടൊന്നുമില്ല. സൺഡേ സ്കൂൾ പഠിപ്പിച്ചിട്ടോ ഒന്നുമില്ല. ദൈവദിനം എന്തോന്ന് പോലും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. എന്റെ അനിയത്തിമാര് പിന്മാറിപ്പോയി. പക്ഷെ ഞാൻ സ്നാനപ്പെട്ടു കഴിഞ്ഞപ്പോ
പ്രതികൂലം എന്ന് പറഞ്ഞാൽ തീച്ചൂളയാണ്. ഇന്നിപ്പോ എനിക്കിത് പറയാൻ പറ്റത്തില്ല. ആ തീച്ചൂളയുടെ നടുവിലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ പറയാമോ ചെറുതായിട്ട്? എന്തേലും ഉപദ്രവിച്ചത് എന്തെങ്കിലും ചെറുതായിട്ട് പറയാൻ പറ്റുമോ? കുറച്ച്, ഒരുപാട് വേണ്ട. ഉപദ്രവിച്ചോ എന്ന് പറഞ്ഞാല് ദൈവവചന ഞാൻ പറയാം. ഉപദ്രവിച്ചോ എന്ന് പറഞ്ഞാല് ദൈവവചനത്തിലെ ഞാൻ കേട്ടിട്ടുള്ളൂ രട്ടിലും വെണ്ണീറിലും ചാക്ക് കൊടുത്തെന്നൊക്കെ ദൈവദാസന്മാര് പഴയ നിയമത്തില്. അപ്പൊ എനിക്ക് ഉടുതുണിക്കും മറുതുണിയില്ല, എന്റെ തുണി മുഴുവനും അമ്മ ചുട്ട് കളഞ്ഞു. എനിക്ക് അന്നൊന്നും നമുക്ക് കൂടുതൽ തുണികളൊന്നും ഇല്ലല്ലോ, 1 2 ഒക്കെ കാണത്തുള്ളൂ. ഇതെല്ലാം ചുട്ട് കളഞ്ഞു. പിന്നെ ഞാൻ ഇട്ടുകൊണ്ട് നടക്കുന്നതേ ഉള്ളൂ. അപ്പം എനിക്കിത് കഴുകി ഉണക്കണമെങ്കിൽ എനിക്ക് വേറെ തുണിയില്ല. അപ്പൊ ഒരു ചാക്കെടുത്ത് ഞാൻ കൊടുത്തു. ചാക്കെടുത്ത് കൊടുത്തിട്ട് ഇതായിരുന്നു, അങ്ങനെ മാറിയായിരുന്നു, അങ്ങനെ കഴുകി ഞാൻ ഉടുത്തോണ്ടിരുന്നത്. അങ്ങനെ ഉണങ്ങുന്ന വരെ അത് ഉടുത്തോണ്ട്. അപ്പൊ എന്നെ എന്നിട്ട് ഇവരെല്ലാം കളിയാക്കുമായിരുന്നു. എന്റെ അനിയത്തിമാരൊന്നും വിശ്വാസി വന്നില്ലല്ലോ. അപ്പൊ അവരൊക്കെ എന്നെ അതിനുശേഷം എനിക്ക് വീട്ടിൽ പ്രാർത്ഥിക്കാൻ സമ്മതിക്കത്തില്ല അമ്മ. വീട്ടിൽ ഇരുന്ന് എനക്കാൻ എന്റെ അമ്മ സമ്മതിക്കത്തില്ല, പാടാൻ സമ്മതിക്കത്തില്ല. അതുപോലെ തന്നെ ബൈബിൾ വായിക്കാൻ സമ്മതിക്കത്തില്ല. അങ്ങനെയൊക്കെ ഒത്തിരി പ്രതികൂലമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ബൈബിൾ ഇപ്പൊ ഞങ്ങളുടെ പിന്നെ മേളിലോട്ടൊരു വീട് വെച്ച്, ഞങ്ങൾ ആദ്യം ചെറിയ വീട്ടിലായിരുന്നല്ലോ, പിന്നെ വലിയ വീട് വെച്ച് മേളിലോട്ട് മാറിയപ്പോ ഞങ്ങളുടെ കിണർ താഴെയായി പോയി. അപ്പൊ ഞങ്ങൾക്ക് വെള്ളം കോരാൻ പോണം. അപ്പൊ ഞാൻ വെള്ളം കോരാൻ എന്റെ അനിയത്തി ഞാൻ പറയുന്നതല്ലേ ഇവര് കേൾക്കുമായിരുന്നു. ആ സമയത്ത് അവർ ചെറിയ പിള്ളേരായിരുന്നു. അപ്പൊ എനിക്ക് പിള്ളേരായിരുന്നു ഇച്ചിരി വലിപ്പമുള്ളത്. അപ്പൊ ഞാൻ ഇവരെ വിളിച്ചോണ്ട് പോകും. വീട്ടിൽ വെച്ച് പ്രാർത്ഥിക്കാൻ അമ്മ സമ്മതിക്കാത്തതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ചേമ്പല പറിച്ചിട്ട് ഞങ്ങള് 3 പേരും കൂടെ തലയെ വെച്ചിട്ട്, അപ്പൊ നമുക്ക് തുണി ഇടണമെന്നാന്നല്ലോ തലയില്. അപ്പൊ അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിക്കും. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് ലേറ്റ് ആയി കഴിഞ്ഞാല് ഈ മാതാവ് വിളിക്കും, എന്തോട് പാടി നീ അവളുമാരോടൊന്ന് ചോദിച്ച് വിളിക്കും. അതിന് പെട്ടെന്ന് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് വരെ പ്രാർത്ഥിച്ചിട്ട് വെള്ളം കോരി ഞങ്ങള് വെള്ളവുമായിട്ട് മേളി വരും. അങ്ങനെ എന്നിട്ട് വീട്ടിൽ പ്രാർത്ഥിക്കാൻ അമ്മ സമ്മതിക്കത്തില്ല. അമ്മ ഉറഞ്ഞു തുള്ളും പ്രാർത്ഥിക്കാൻ തുടങ്ങി കഴിഞ്ഞാല്. അവളുടെ ഒരു പ്രാർത്ഥനയെന്നും പറഞ്ഞുകൊണ്ട് പിന്നെ എന്നെ എങ്ങും പ്രാർത്ഥനയ്ക്ക് ഒന്നും വിടത്തില്ല. എനിക്ക് പിന്നെ തുണി ഒന്നുമില്ലല്ലോ, ഇട്ടുകൊണ്ട് പോകാനൊന്നും വിടത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോ അമ്മ ഞാൻ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഒരു ദിവസം, നമ്മുടെ ഹൃദയം ദൈവം അറിയുന്നല്ലോ, ഒരു ദിവസം ഞാനിങ്ങനെ കിടന്നുറങ്ങുവാണ്. അത് ഭയങ്കര ഉണക്ക് സമയമാണ്, വേനൽ സമയത്ത്. ഇപ്പൊ ഞങ്ങളുടെ വീട് പുതിയതായിട്ട് വെച്ചപ്പോ അതിന് ജനലൊന്നും വെച്ചിരുന്നില്ല. ജനല് വെക്കാത്തോണ്ട് ഇപ്പൊ ഞാൻ ഒരു ജനലിന്റെ അടുക്കലാണ് ഞാൻ കിടക്കുന്നത്. ഞങ്ങൾ 3 പേരോട്, ഞാനും എന്റെ സിസ്റ്റേഴ്സും. ജനലിന് കതക് വെച്ചിട്ടില്ല. ജനലുണ്ട്, കതക് വെച്ചിട്ടില്ല. അപ്പൊ ഞങ്ങളിങ്ങനെ നമ്മളീ ചെറുപ്രായമാകുമ്പോ നമ്മൾ ഒത്തുപോലെ കിടന്ന് ഉറങ്ങുമല്ലോ. അപ്പൊ ഇങ്ങനെ ഉറങ്ങിക്കൊണ്ടിരുന്ന സമയത്ത് ഞാൻ ഒരു രാത്രി ഏകദേശം 2 മണി ആയിട്ടുണ്ട്. 2 മണി ആയപ്പം എന്റെ മുഖത്ത് ആരോ വെള്ളം ഒഴിച്ചു. അപ്പൊ എനിക്ക് വെള്ളം ഒഴിക്കുന്നത് അറിയാം. ഞാൻ ഇങ്ങനെ അന്നേരം ആദ്യം അറിയാമെങ്കിലും എഴുന്നേറ്റില്ല. പിന്നെ പ്രൈസ്തലോട് പിന്നെ രണ്ടാമത് ഒരു പ്രാവശ്യം കൂടെ എഴുന്നേൽക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ രണ്ടാമത് ഒരു പ്രാവശ്യം കൂടെ. പിന്നെ അതൊന്നുവരെ ഞാൻ എഴുതില്ല. 3 പ്രാവശ്യം ഒഴിച്ചു. 3ാമത്തെ പ്രാവശ്യം ആയപ്പോൾ ഞാൻ ചാടി എഴുന്നേറ്റ് എന്റെ അമ്മയോട് ചോദിച്ചു, മമ്മി എന്റെ പുറത്ത്, കാരണം അമ്മ ഒത്തിരി പ്രതികൂലത്തിന് നിൽക്കുന്നതുകൊണ്ട് എന്റെ ദേഹത്ത് വെള്ളം ഒഴിച്ചാണെന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പൊ അങ്ങനെ ഞാൻ മദനോട് ചോദിച്ചാ, ഈ ഉണക്ക് കാലത്ത് നിന്റെ മുഖത്ത് ആരാ വെള്ളം ഒഴിക്കാൻ വരുന്നത് രാത്രിയിലെന്ന് ചോദിച്ചു. ഞങ്ങളെല്ലാം കിടന്നുറങ്ങുവന്നു. എന്നാൽ എനിക്ക് അന്നേരം അതിനെപ്പറ്റി ഒന്നും അറിഞ്ഞില്ല. എന്നാൽ ഞാൻ അന്നേരം എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിച്ചു. ആരെയും ഭയപ്പെടാതെ എഴുന്നേറ്റ് അങ്ങ് പ്രാർത്ഥിച്ചു. അന്നേരം എനിക്ക് പ്രാർത്ഥിക്കാൻ ഒരു ശക്തിയും ഒരു അധികാരവും ഒക്കെ ദൈവം എനിക്ക് അങ്ങ് തന്നേരം. അന്നേരം ഞാൻ കുറേ ഇരുന്ന് അങ്ങ് പ്രാർത്ഥിച്ചിട്ട് പിന്നെ തൊട്ട് ദൈവദാസന്മാരൊക്കെ പ്രസംഗിക്കുന്ന കേൾക്കുമ്പോഴേ എനിക്ക് മനസ്സിലായത് ഇത് ദൈവത്തിന്റെ ദൂതനോ ദൈവമോ വന്ന് എന്നെ ഉണർത്തിയാന്ന്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ വിശ്വാസത്തിൽ ഇങ്ങനെ, പിന്നെ അത് കഴിഞ്ഞ് അമ്മ മാനസാന്തരപ്പെട്ടെങ്കിൽ യഥാർത്ഥമായ ഒരു പിന്നെ എനിക്ക് കുറച്ചിടത്തൊക്കെ പോകാനുള്ളതായ അധികാരമൊക്കെ കിട്ടി. അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ ഞാൻ ഇന്നും രാത്രി കിടക്കുന്ന സമയത്ത് പല പ്രാവശ്യം നരകത്തെ കുറിച്ച് കണ്ടിട്ടുണ്ട്. നരകം ഈ മേഘത്തിന്റെ അടുത്തിൽ ഇങ്ങനെ നിന്നിട്ട് ഈ നരകം കത്തുന്ന അനുഭവം. അതുപോലെ ദൈവത്തിന്റെ ദൂതന്മാര് അപ്പുറവും ഇപ്പുറവും നിൽക്കുന്നൊക്കെ ഒരു അനുഭവം ഞാൻ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി പ്രാവശ്യം ഞാൻ കണ്ടു. ഒരു പ്രാവശ്യമല്ലോ, ഒത്തിരി പ്രാവശ്യം. പിന്നെ ഞാൻ അങ്ങനെ ചർച്ചിലൊക്കെ പോകാനും പിന്നെ പ്രാർത്ഥിക്കാനും ഒക്കെ തുടങ്ങിയപ്പോൾ അവിടുത്തെ വിദാസൻ എന്നെ വലിയ ഇഷ്ടമായിരുന്നു. പാസ്റ്റർ KJ ജോസഫ് എന്നായിരുന്നു അദ്ദേഹം ഇപ്പൊ അമേരിക്കയിലാണ്. ഭയങ്കര ഇഷ്ടമായിരുന്നു അവര്. അങ്ങനെ
ഇരിക്കുമ്പോ അവരൊരാലോചന കൊണ്ടുവന്നാണ്. അങ്ങനെ ഇരിക്കുമ്പോ പെട്ടെന്ന് അപ്പൊ ഞാൻ വീട്ടിൽ ഭയങ്കര പ്രതികൂലമായിരുന്നു. അതിനു മുന്നേ ഒരു കാര്യം ഞാൻ വിട്ടുപോയി. അങ്ങനെ എന്റെ വീട്ടിൽ നിന്ന് പ്രതികൂലമായി എന്നെ അമ്മ കിട്ടുന്ന എടുത്ത് തലമണ്ടയ്ക്കൊക്കെ അടിക്കുകയും തലയിൽ അടിക്കുകയും ദേഹത്തടിക്കുകയും ദേഹോദ്രവം ചെയ്യുകയും തലമുടിക്ക് കുത്തിപ്പിടിക്കുകയും അടിക്കുകയൊക്കെ സഖി കെട്ട് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ദിവസം ഒരു രാത്രിയില് അവിടെ നിന്ന് ഇറങ്ങി ഒറ്റ ഓട്ടം ഓടി. കാരണം ഞാൻ ഇനി ജീവിക്കുന്നില്ല. എന്നൊരു ഒരനുഭവത്തിലേക്ക് കടന്നു. കാരണം പ്രതികൂലങ്ങൾ എനിക്ക് ഏറി വന്ന് സഹിക്കാം. അങ്ങനെ ഞങ്ങളുടെ വീടിന്റെ താഴെ ഈ തൊടിയെന്നൊക്കെ പറയത്തില്ലേ, അവിടെ ചെന്നപ്പോ അവിടെ ഒരു കിണറുണ്ട്. അപ്പൊ സ്തോത്രം, ആ കിണറിന്റെ വക്ക് ചെന്നിട്ട് ഞാനത് ചാടാനായിട്ട് ഇങ്ങനെ രണ്ടും കൽപ്പിച്ച് മരിക്കാനായിട്ട് തന്നെ ഞാൻ പോവുകയാണ്. ചാടാനായിട്ട് ഇങ്ങനെ ചെന്നപ്പോഴത്തേക്ക് എന്നെ ആരായിട്ട് തട്ടി പുറകിലോട്ട് എറിഞ്ഞ്. അപ്പൊ ഞാൻ പുറകിലോട്ട് വീണ് അങ്ങനെ എഴുന്നേറ്റ്. അപ്പൊ ഞാൻ ഓർത്ത്, അന്നേരവും നമുക്ക് ഇതിനൊന്നും അറിയില്ല, ദൈവത്തിന്റെ ദൂതനാണോ അല്ലെ ദൈവമാണോ ഒന്നും അറിയില്ലായിരുന്നു. അങ്ങനെ ഞാൻ തിരിച്ച് ഇപ്പൊ എന്റെ കൂടെ സ്നാനപ്പെട്ട ഒരു ഭർത്താവില്ലാത്ത ഒരു അമ്മാമ്മയുണ്ടായിരുന്നു, ആന്റി ഉണ്ടായിരുന്നു. അപ്പൊ ഇവരുടെ ഒരു മോളും കൂടി ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. ഞാൻ അവരുടെ വീട്ടിൽ അത് എഴുന്നേറ്റ് ചെന്ന് അഭയം തേടിയിട്ട് ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സിലല്ലേ പോകുന്നത്. അപ്പൊ അങ്ങനെ അവിടെ ചെന്ന് അവര് 3 ദിവസം എങ്ങനെങ്കിലും അവരെ വീട്ടിൽ, നമുക്ക് അന്നൊക്കെ പറമ്പിലൊക്കെയാണ് കക്കൂസിലൊക്കെ പോകുന്നത്, നമുക്ക് ഇതൊന്നും ഇല്ലല്ലോ. അപ്പൊ അങ്ങനെ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ഇരുന്ന് ഏതായാലും 3 ദിവസം കർത്താവ് കല്ലറയിൽ ഉറങ്ങിയെന്ന് പറഞ്ഞൊക്കെ ഞാൻ 3 ദിവസം, അതുപോലെ യോന മീന്റെ വയറ്റിലെ 3 ദിവസം ഇരുന്നെന്നൊക്കെ പറഞ്ഞ പോലെ ഞാൻ 3 ദിവസം ഇവരുടെ വീട്ടിൽ നിന്ന് പിന്നെ ഇറങ്ങി. ഞാൻ അവിടുന്ന് ഇറങ്ങി എന്തുമായാലും വേണ്ടിയല്ല, കൊല്ലട്ടെന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിൽ ചെന്നപ്പോ ഏതായാലും ഇവരൊന്നും ആരും മിണ്ടിയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എവിടാന്ന് ഞാൻ ഇന്ന് വരെ പറഞ്ഞില്ല. എന്നോട് ചോദിച്ചു എവിടായിരുന്നെന്ന്. അല്ല, അവരെ കൊന്നുകളയും ഇവര്. ആ സ്ത്രീയെ ഇതാക്കി കൊന്നുകളയും. അതുകൊണ്ട് ഞാൻ എവിടാന്നൊന്നും പറഞ്ഞില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു കല്യാണം കഴിയുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളുടെ ദേവദാസന് ഒരു ആലോചനയും കൊണ്ട് വന്ന് അങ്ങനെ കല്യാണം കഴിഞ്ഞ് ബാംഗ്ലൂരിൽ വന്നിട്ട് ഞാൻ ചുരുക്കി പറയട്ടെ ദേവദാസിയെ, ആ തീച്ചൂളയുടെ നടുവിൽ നിന്ന് കടന്നു പോകുന്ന ഭയങ്കര ഒരു ആഴിയിലേക്കാണ് ഞാൻ കടന്നു വന്നത്. എന്നിട്ട് ഞാൻ ഓർത്ത് അവിടുന്ന് ഒരു വിടുതലായല്ലോ ദൈവമേ, ഇനിയിപ്പോ എനിക്കൊരു സ്വാതന്ത്ര്യം ഉണ്ടല്ലോ എന്ന് വിചാരിച്ചാ വന്നത്. പക്ഷെ അതിനൊക്കെ ഭയങ്കര ഒരു തീച്ചൂളയുടെ നടുവിൽ, ഇന്ന് ഞാൻ ആ തീച്ചൂളയുടെ നടുവിൽ തന്നെയാണ് ജീവിക്കുന്നത്. മറ്റുള്ളവരോട് നമുക്ക് എല്ലാ കാര്യങ്ങളൊന്നും ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ അങ്ങനെ ആ ഒരു അനുഭവത്തില് ഞാൻ കഴിഞ്ഞു വന്ന് അങ്ങനെ വന്നു കഴിഞ്ഞ് 1 വർഷം കഴിയുമ്പോൾ എന്റെ മൂത്ത മോളുണ്ടായി കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് അവക്ക് ഒരു ഇളയ കുഞ്ഞുണ്ടാവുന്നു. അതും 3 പെൺകുട്ടികളാണ്. ഹസ്ബൻഡ് രക്ഷിക്കപ്പെട്ട അവര് സഭ ഇതിൽ നിന്നതാ, AG ചർച്ചിലായിരുന്നു അവര് രക്ഷിക്കപ്പെട്ട് AG ചർച്ചിൽ നിന്നതാണ്. അങ്ങനെ അവരുടെ അപ്പൻ ഒരു പ്രവാചകനാന്നൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ ദേവദാസൻ ആലോചിച്ചുകൊണ്ട് വന്ന് അങ്ങനെ കല്യാണം കഴിച്ച് വന്നതാ. അങ്ങനെ കിടന്നു വന്ന് അങ്ങനെ ഞങ്ങൾക്ക് 2 കുഞ്ഞുങ്ങൾ ജനിച്ചു കഴിഞ്ഞു. എനിക്ക് പ്രാർത്ഥിക്കാൻ അറിയാം, പക്ഷെ യഥാർത്ഥമായി എങ്ങനെ പ്രാർത്ഥിക്കണം, അല്ലെ എങ്ങനെ ദൈവവചനം വായിക്കണം എന്നൊന്നുള്ള ഒരു അറിവില്ല. കാരണം നമ്മൾ സൺഡേ സ്കൂളൊന്നും പഠിച്ചിട്ടുമില്ല. ദൈവവചനമായിട്ട് കൂടുതലുള്ള ഒരു പരിചയം എനിക്കില്ല. അപ്പം എങ്ങനെങ്കിലും പ്രാർത്ഥനയ്ക്ക് പോകുന്നു. പിന്നെ പ്രാർത്ഥനയൊന്നും ഇവിടെ വന്ന് പിന്നെ മുടക്കണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പ്രാർത്ഥനയ്ക്കൊക്കെ പോകും. കുഞ്ഞുണ്ട്, അതിനെ എടുത്തോണ്ട് പോകുമായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് തന്നെ ഈ മൂത്ത കുഞ്ഞുണ്ടായതിനു ശേഷം രണ്ടാമത്തെ കുഞ്ഞ് അവൾക്ക് 1.5 വയസ്സുണ്ട്. അവൾക്ക് 1.5 വയസ്സായപ്പം എനിക്ക് പെട്ടെന്നൊരു വയറ്റ് വേദന, അതെന്തുവാണെന്ന് അറിയില്ല. പെട്ടെന്നൊരു വയറ്റ് വേദന. അങ്ങനെ 3-4 ദിവസം സഹിച്ച് എനിക്ക് പണിയെടുക്കാൻ പറ്റത്തില്ല, എഴുന്നേറ്റ് നിൽക്കാൻ പറ്റത്തില്ല, കിടക്കാൻ പറ്റത്തില്ല, നടക്കാൻ പറ്റത്തില്ല, പണിയെടുക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു ഹോസ്പിറ്റലിൽ ഇവിടെ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കൊണ്ട് കാണിച്ചപ്പോൾ അവര് പറഞ്ഞ് ഈ 2 പ്രഗ്നൻസിയാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവര് പറഞ്ഞ് ഇവിടെ കറണ്ട് ഇല്ല, അതുകൊണ്ട് ഇവിടെ ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അത് ഇത് ചെയ്യണമെന്ന് പറഞ്ഞു, ക്ലീൻ ചെയ്യണമെന്ന് പറഞ്ഞു. അത് പൊട്ടിയിട്ടുണ്ടെന്ന് അവര് പറഞ്ഞു. അതുകൊണ്ടാണ് ഇവരിങ്ങനെ ഈ വേദന അനുഭവിക്കുന്നതെന്ന് പറഞ്ഞു. പൊട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഒരു ദിവസം പിന്നിട്ട് കഴിഞ്ഞപ്പം രാത്രി അതിവേദന എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഹസ്ബൻഡ് രാവിലെ അങ്ങ് ജോലിക്ക് പോയിട്ട് എന്നോട് പറഞ്ഞു, നീ ബസ് കയറി പോ, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അപ്പം എന്റെ ഹസ്ബൻഡിന്റെ അനിയന്റെ ഭാര്യ അവിടെ ജോലി ചെയ്യുന്നുണ്ട്. കിർലോസ്കർ എന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റലാണ് ഇവിടെ ബാംഗ്ലൂരിലെ.
അപ്പൊ അവളോട് നേരത്തെ പറഞ്ഞു. അപ്പൊ ഞാൻ ഇവിടുന്ന് ബസ് കയറി അവിടെ ചെന്നത് എനിക്കറിയാം. ഹോസ്പിറ്റലില് ചെന്ന് കഴിഞ്ഞ് എന്തോ ഒരു വെള്ളം എന്താന്ന്, അത് കഴിഞ്ഞിട്ട് ഇവര് എന്തോ ഒരു ഇഞ്ചക്ഷൻ എടുത്തു. ഇവര് പെട്ടെന്ന് എമർജൻസി ഓപ്പറേഷൻ എന്ന് പറഞ്ഞിട്ട് ഓപ്പറേഷൻ കയറ്റി. സ്കാൻ ചെയ്തപ്പോ അവര് പറഞ്ഞത് പൊട്ടി ബ്ലീഡിങ് ആയിട്ടുണ്ട്, ഫുള്ള് വയറ് നിറച്ചും ബ്ലീഡിങ് ആയിട്ടുണ്ട്. ഇത് ഭയങ്കര ഒരു എമർജൻസിയാണ്, അതുകൊണ്ട് ഇതിന് ഈ സ്ത്രീ എനിക്ക് കിട്ടുമെന്ന് അറിയത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റി എന്തോ ഇഞ്ചക്ഷൻ ഒക്കെ തന്നു കഴിഞ്ഞപ്പോ അത് 2 മണിയായപ്പോഴത്തേക്ക് എന്റെ ഹസ്ബൻഡ് വന്ന് ഇഞ്ചക്ഷൻ തന്നു. എന്തോ ചെയ്തതെന്ന് എനിക്കറിയില്ല. ഞാൻ പെട്ടെന്ന് എന്റെ കണ്ണ് മറന്നു. അപ്പോഴത്തേക്ക് എന്റെ ഹസ്ബൻഡ് ഓടി ഇവര് ഇത് അടച്ചിരിക്കുവാണ്. വിളിച്ചിട്ടൊന്നും ഇവര് തുറക്കത്തില്ല. അപ്പൊ എന്റെ അനിയന്റെ ഭാര്യ ഇവര് കിടന്നുകൊണ്ട് നിലവിളിക്കാൻ തുടങ്ങി. ഈ പുള്ളിക്കാരുടെ ഇതിലാണ് കൊണ്ടുവന്നത്. ഇവര് കിടന്ന് നിലവിളിക്കാൻ അപ്പൊ ഒരു കുറച്ച് നേരത്തെ ഹോസ്പിറ്റലിൽ മുഴുവനും അങ്ങ് ഇളകി. ഓപ്പറേഷൻ തിയേറ്റർ ആണോ തുറക്കാത്തത്? എമർജൻസി വാർഡ്. അപ്പം ഈ ശബ്ദം കേട്ടുകൊണ്ടാണ് ഈ പുള്ളിക്കാരൻ നിന്നിട്ട് അടിച്ചത്. അടിച്ചു കഴിഞ്ഞിട്ട് പുള്ളി അപ്പൊ തുറക്കാതെ വന്നപ്പോഴത്തേക്ക് പുള്ളിക്ക് എന്തോ മനസ്സിലായി എന്തോ ഉണ്ടെന്ന്. അങ്ങനെ ഭയങ്കര പ്രശ്നമായി. ഹോസ്പിറ്റലെല്ലാം ഇളകി. അവര് പറഞ്ഞു അവർക്കിപ്പോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ദൈവം വിടുവിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഇങ്ങനെ കിടന്ന് കുറച്ചു നേരം കഴിഞ്ഞവർ എന്തൊക്കെയോ ചെയ്ത് എമർജൻസി ഇഞ്ചക്ഷനോ പിന്നെ ഈ ട്രിപ്പൊക്കെ കയറ്റുമൊക്കെ ചെയ്തു. അവര് പാടിപ്പെട്ട് എങ്ങനെ കുറച്ച് കഴിഞ്ഞു ഞാൻ കണ്ണു തുറന്നു. അപ്പൊ അവര് പറഞ്ഞത് ഇങ്ങനെ ഇത് അതിനകത്ത് വന്ന് പൊട്ടിക്കഴിഞ്ഞാൽ അവര് ജീവിച്ചിരിക്കത്തില്ലെന്ന്. കാരണം ഫുള്ള് ബ്ലീഡിങ് ആയി. അങ്ങനെ അവിടുന്ന് ദൈവം വിടുവിച്ചു. ദൈവത്തിന് ഒരു പദ്ധതി ഉള്ളത് കൊണ്ടാണ് ദൈവത്തിനൊരു പദ്ധതി ഉള്ള. അതെന്ത് പ്രശ്നമായാലും ഒറ്റയ്ക്കായിരുന്നാലും പ്രതികൂലത്തിന്റെ മധ്യത്തിലും അവിടെ ദൈവം പ്രവർത്തിക്കുന്ന ദൈവത്തിനൊരു പദ്ധതി ഉള്ളതുകൊണ്ടാണ്. ദൈവത്തിന് പദ്ധതി ഇല്ലെങ്കിൽ ദൈവം ഒന്നും ചെയ്യത്തില്ല. ആർക്കുമില്ലാത്തൊരു മനോവേദന, ആർക്കുമില്ലാത്തൊരു ദുഃഖവും, ആർക്കുമില്ലാത്തൊരു പ്രതികൂലവും ഏത് വ്യക്തിക്കുണ്ടോ അവരെ ദൈവത്തിന് വേണം. അപ്പൊ എനിക്കതൊന്നും മനസ്സിലായി. പിന്നെ ഞാൻ ഒത്തിരി ഞാൻ ഇതേ പ്രാർത്ഥിച്ചോളൂ. ഈ നടുവിനൊക്കെ ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ ഈ നടുവിന് ഭയങ്കര വേദന വരുമെന്ന്. പക്ഷെ എന്നാ ഞാന് അതിനു വേണ്ടിയേ പ്രാർത്ഥിച്ചോളായിരുന്നു. പക്ഷെ അവിടെ ദൈവം തമ്പുരാന്റെ കരം അന്നേരം ഇറങ്ങി അവിടെ എന്നെ ദൈവം തമ്പുരാൻ ജീവിപ്പിച്ചു. ദൈവത്തിന് വേണം, ഉദ്ദേശമുണ്ട്. കെട്ടപ്പെട്ട കഴുതയെ കർത്താവ് പറഞ്ഞില്ലേ, അഴിച്ചോണ്ട് വരാൻ പറഞ്ഞില്ലേ? അഴിച്ചോണ്ട് പറഞ്ഞിട്ട് ഇത് എന്തിനാന്ന് നിങ്ങൾ ചോദിച്ചാൽ കർത്താവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ടെന്ന് പറഞ്ഞില്ലേ? അപ്പൊ കെട്ടിക്കിടന്ന ഒരു കഴുതയായിരുന്നു ഞാൻ, കെട്ടപ്പെട്ട ഒരു. അപ്പൊ ദൈവത്തിന് ഒത്തിരി എന്നെ കേൾക്കുന്ന ആരെങ്കിലും കെട്ടപ്പെട്ടതായ കഴുതകളായിട്ട് എവിടെങ്കിലും ആയിരിക്കുന്നെങ്കിൽ ദൈവത്തിന് അവരെ കുറിച്ച് ഒരു ഉദ്ദേശമുണ്ട്, അല്ലെ? പരമാർത്ഥത ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. അപ്പൊ അന്ന് പറഞ്ഞ പോലെ അങ്ങനെ അവിടുന്ന് ദൈവം വിടുവിച്ച് 10-20 മാസം റെസ്റ്റ് കഴിഞ്ഞ് ഞാനെ പ്രൈസ് ദി ലോർഡ്, താങ്ക് യു ലോർഡ്, അങ്ങനെ പിന്നെ പ്രാർത്ഥനയ്ക്കൊക്കെ പോകുമ്പോൾ ഞാൻ അതിനു മുന്നേ ഞാൻ പറഞ്ഞില്ല, രക്ഷിക്കപ്പെട്ട അഭിഷേകം പ്രാപിച്ചപ്പോഴേ എനിക്ക് ദൈവം കൃപാവരം തന്നതായിരുന്നു. അതുപോലെ തന്നെ ഞാൻ ബുധനാഴ്ച ദിവസങ്ങളിൽ ഞങ്ങളുടെ വീട്ടിലെ ഒരു പ്രാർത്ഥനയൊക്കെ വെക്കുമായിരുന്നു. എന്റെ കണ്ണാലെ ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ പ്രാർത്ഥിക്കാൻ ഭൂതം വിട്ടുപോകുന്നത്. അതുപോലെ തന്നെ ഇതൊക്കെ കൈവശമൊക്കെ കൊടുക്കുന്ന ആൾക്കാരില്ലേ, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് വെള്ളം കൊടുക്കുമ്പോൾ അവർ ഛർദ്ദിക്കുന്ന എന്റെ കണ്ണാലെ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ ദൈവം എനിക്ക് ശുശ്രൂഷ തന്നാ തന്നെ വിളിച്ചു വേർതിരിച്ച് രക്ഷിക്കപ്പെട്ട സമയത്ത് തന്നെ എനിക്ക് ചില ശുശ്രൂഷ വരങ്ങൾ ദൈവം തന്നെയാണ്. എന്നാൽ അതൊക്കെ ഇന്ന് ദൈവത്തിന്റെ വചനം പറയുന്നത് സാക്ഷ്യം പൊതിഞ്ഞു കെട്ടി വെക്കരുതെന്ന്. സാക്ഷ്യം പൊതിഞ്ഞു കെട്ടി വെക്കുന്ന ഒരു അനുഭവമാണ് ഇപ്പോൾ എനിക്കൊന്ന് പുറത്തിറങ്ങാൻ കഴിയാതെ വണ്ണം. ഇപ്പൊ ശത്രു 4 കെട്ടിലും അടച്ചിട്ടിരിക്കുന്ന ഒരു അനുഭവമാണ്. എന്നാൽ ഈ ദിവസങ്ങളില് പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ദിവസങ്ങൾ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതിനു വേണ്ടിയിട്ട് ദിവസങ്ങൾ പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ്, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ല, അതിനുശേഷമായിട്ട് എനിക്ക് പിന്നെ അതിനുശേഷമായിട്ട് ഞാൻ 2 കുട്ടികളുണ്ടല്ലോ, നല്ല 2 കുട്ടികളാണ്. അതിനുശേഷം എനിക്ക് പിന്നെ ഇതുപോലെ വയറ്റുവേദന തുടങ്ങി. അപ്പൊ എന്റെ ഒരു ഓവറി എടുത്തു കളഞ്ഞായിരുന്നു, ഇത് പൊട്ടിപ്പോയത് കൊണ്ട്. വയറ്റുവേദന തുടങ്ങിയപ്പോ എന്തുവാന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. എനിക്ക് പീരീഡ്സ് ഒന്നും വരത്തില്ലായിരുന്നു 1 വർഷത്തേക്കൊക്കെ. അപ്പൊ അങ്ങനെ എനിക്ക് ഹോർമോണിന്റെ പ്രോബ്ലം കൊണ്ട് പീരീഡ്സ് അങ്ങനെ വരാറേ ഇല്ലായിരുന്നു. അങ്ങനെ ഞാൻ എന്താണെന്ന് അറിയില്ല, ഭയങ്കര വയറ്റ് പെയിൻ. അങ്ങനെ ഞാൻ ഹസ്ബൻഡിന്റെ കൂടെ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണാൻ പോയി. അപ്പൊ ഈ രണ്ടാമത്തെ കുട്ടിക്ക് 10 വയസ്സുണ്ട്. രണ്ടാമത്തെ കുട്ടിക്ക് 10 വയസ്സുണ്ട്. അപ്പൊ ഞങ്ങൾ ഗൈനക്കോളജിസ്റ്റിനെ കാണാൻ പോയപ്പം ഇവര് പറഞ്ഞു, ഇത് യൂട്രസിനകത്ത് അകത്തും പുറത്തും ഭയങ്കര മുഴയാണ്, അകത്തും പുറത്തും ഇത് വളർന്നു കഴിഞ്ഞാൽ ഇവര് ജീവിച്ചിരിക്കത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പൊ അവര് പറഞ്ഞു ചെറിയ വയസ്സായതുകൊണ്ട് ഒരു 10-30 വയസ്സായിരിക്കും അപ്പോഴുള്ളൂ. അവര് പറഞ്ഞു ഇത് ഓപ്പറേഷൻ ചെയ്യത്തില്ല,
ഇത് ഒരു 10-40 വയസ്സാവട്ടെ അന്നേരം കൊണ്ടുവരുന്നു. അപ്പൊ അവര് കുറച്ച് ടാബ്ലറ്റ് ഒക്കെ തന്നു. അതൊക്കെ ഞാൻ കുറച്ച് കഴിച്ചു. അതിനുശേഷം എനിക്ക് ഇങ്ങനെ അത് ചൊട്ടുകയും ചെയ്തിട്ടില്ല, അത് വളരുകയും ചെയ്യാതെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അങ്ങനെ ഇരുന്ന സമയത്താണ് ഈ ഞാൻ പറഞ്ഞില്ലേ, രണ്ടാമത്തെ മോൾക്ക് 10 വയസ്സുള്ള സമയത്ത് ഞാൻ പിന്നെയും പ്രഗ്നന്റ് ആയി. കഴിഞ്ഞപ്പം ഇത് ഞാൻ പിന്നെയും ഗൈനക്കോളജിസ്റ്റിന്റെ അടുത്ത് കൊണ്ടുപോയപ്പം അവര് പറഞ്ഞ് ഇത് നിങ്ങൾ അബോർട്ട് ചെയ്യണം, ഇത് ഇങ്ങനെ വെച്ചോണ്ടിരുന്ന ഒന്നെങ്കിൽ തള്ളക്ക് കുഞ്ഞ് വളർന്നു കഴിഞ്ഞാൽ തള്ള മരിച്ചു പോവും, അതേപോലെ തന്നെ കുഞ്ഞ് വളരുന്നത് അല്ലെങ്കിൽ തള്ള അല്ലെ കുഞ്ഞെന്ന് പറഞ്ഞു, അങ്ങനെ വരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇരിക്കുന്ന സമയത്ത് ഈ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഛർദിലും ഭയങ്കര, ആ സമയത്ത് എന്റെ ഹസ്ബൻഡ് അങ്ങ് ഗൾഫിൽ പോയി കഴിഞ്ഞാൽ ഇത് അറിയുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല, ഭയങ്കര വേദനയും ഇതൊക്കെയായിരുന്നു. അപ്പം 2 പേരെ മാറി കാണിച്ചപ്പോ അവർ 2 പേരും പറഞ്ഞു അബോർട്ട്. ഞാൻ പറഞ്ഞു അവരോട് പറഞ്ഞു, ലാസ്റ്റിൽ പറഞ്ഞു അവരോട് പറഞ്ഞു ഞാനിത് അബോർട്ട് ചെയ്യത്തില്ല. അപ്പൊ ഒന്നെങ്കിൽ നിങ്ങൾ മരിക്കും അല്ലെ കുഞ്ഞ് മരിക്കും എന്ന് പറഞ്ഞു. ഇത് കുഞ്ഞ് വളരും തോറും ഈ മുഴയും വളർന്നുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞു. കാരണം എനിക്ക് യൂട്രസിന്റെ ഉള്ളിലും ഉണ്ട് പുറത്തും ഉണ്ട് മഴയുണ്ട്, ക്രൈസ്തലോട്. അപ്പൊ ഇവരെന്നോട് പറഞ്ഞു, അപ്പൊ നിനക്ക് അത്രയ്ക്കും ഒരു കന്നഡ ഗൈനക്കോളജിസ്റ്റ് സ്ത്രീ ആയിരുന്നു. അപ്പൊ അവരെന്നോട് ചോദിച്ചു, നിനക്ക് അത്രയ്ക്കും അങ്ങ് കട്ടിയാണോ നിന്റെ മനസ്സെന്ന് ചോദിച്ചു, ഉറപ്പാണോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ വിശ്വസിക്കുന്ന ജീവനുള്ള ദൈവത്തെയാണ്. അപ്പോഴത്തേക്കൊക്കെ എനിക്ക് നല്ല ഒരു ധൈര്യം ദൈവം തന്നു. ആ സമയമൊക്കെ ആയപ്പോഴത്തേക്ക് നമുക്കൊരു പ്രാർത്ഥിക്കണമെന്നും ആരാധിക്കണമെന്നും ദൈവകൃപ അനുഭവിക്കണമെന്നും ദൈവത്തോട് പറ്റിയിരിക്കണം, ചേർന്നിരിക്കണം എന്നുള്ള ഒരു ഇത് വന്നു. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, എനിക്ക് അത്ര നല്ല ധൈര്യം ഉണ്ടെന്ന് പറഞ്ഞു. എന്നാ പിന്നെ ഞങ്ങൾ ട്രീറ്റ്മെന്റ് ചെയ്യാന്ന് പറഞ്ഞു. അന്ന് ആ സമയത്ത് ഈ ടാബ്ലറ്റ് മേടിക്കാനൊന്നും ഒത്തിരി കഷ്ടത അനുഭവിച്ച് ദാരിദ്ര്യം ദുഃഖവും, എന്റെ കുഞ്ഞുങ്ങൾ ഒത്തിരി പട്ടിണി കിടന്ന്, മൂത്ത കുഞ്ഞുങ്ങൾ പട്ടിണി കിടന്ന്, എനിക്ക് നോക്കാനും പറ്റത്തില്ല, ഛർദ്ദൽ, അങ്ങനെയൊക്കെ ഒരുപാട് കഷ്ടതയിൽ കൂടി കിടന്നപ്പോ ആ സമയത്തൊക്കെ ഉണ്ടല്ലോ ദൈവത്തിന്റെ കാര്യം എന്നോട് കൂടെ ഇരുന്ന കഷ്ടത, സഹിഷ്ണ ചിത്തത പ്രത്യാശ ഉളവാക്കുന്ന ദൈവത്തിന്റെ വചനം പറയുന്നുണ്ടല്ലോ. അപ്പൊ ആ സമയത്ത് എന്റെ കർത്താവ് എന്നോട് കൂടെ ഇരുന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പൗലോസും ശീലാസും പ്രാർത്ഥിക്കാൻ മക്കോദോന്യ വിളിയിലെ ആ ദൈവ വിളി അനുസരിച്ചാണ് പൗലോസ് അവിടെ പോയത്. ഫിലിപ്പി എന്ന സ്ഥലത്ത് കടന്നുപോയത്. ഫിലിപ്പി എന്ന സ്ഥലത്ത് കടന്നു പോയപ്പോഴും അവര് ദൈവം അറിയാതൊന്നുമല്ല അവർക്ക് ദർശനവും ദൈവം വെളിപ്പാടും കൊടുത്തത്. എന്നാൽ അവരെ കാരാഗ്രഹത്തിൽ കടന്നു ചെന്നപ്പോഴേ, കാരാഗ്രഹത്തിൽ ഒരു തെറ്റും ചെയ്യാതല്ലേ അവിടെ അവര് വിധിക്കപ്പെട്ട അന്ന് രാത്രിയിലെ നമ്മൾ കാണുന്നുണ്ട്, കൈയടിച്ചില്ല, കൈയും കെട്ടി ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തികൾ അവർ പാടി സ്തുതിച്ചപ്പോൾ കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി നമ്മൾ വായിക്കുന്നു അല്ലേ. ആ കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം കുലിക്കുവാനോ കഴിയത്തില്ലേ? അല്ലേ? അപ്പൊ അന്ന് അവര് പ്രാർത്ഥിച്ചു. തന്നെയല്ല, അവിടെ കിടന്നവരുടെ ചങ്ങല അഴിഞ്ഞുപോയി, ബന്ധനം അഴിഞ്ഞ്. അപ്പൊ ഏതെങ്കിലും വ്യക്തി കാരാഗ്രഹ ജീവിതം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ ബന്ധിക്കപ്പെട്ടവരായിട്ട് ആ കാരാഗ്രഹത്തിലോ ജയിലിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തി ഇത് കേട്ടോണ്ടിരിക്കുന്നെങ്കിൽ, ആ പൗലോസിനെ വിടുവിച്ച ദൈവം നമ്മുടെ കൂടെ ഉണ്ട് അല്ലേ. അത് ദൈവം അറിയാതല്ല പൗലോസിനെ അവര് ബന്ധിക്കപ്പെടുത്തിയത്. ആ പ്രൈസ്തലോട് അങ്ങനെ ആ ഒരു അനുഭവത്തിൽ കൂടി ഞാനിങ്ങനെ കടന്നുപോയി. അപ്പൊ അവരെന്നോട് പറഞ്ഞു, അങ്ങനെ എല്ലാ മാസം ഞാൻ ചെക്കപ്പിന് കടന്നു പോകും. എല്ലാ മാസത്തിനും ചെക്കപ്പിനോട് എനിക്ക് ഫ്രീ ചെക്കപ്പാണ്. കാരണം എന്റെ അവസ്ഥ അറിഞ്ഞുകൊണ്ട് എനിക്ക് ഫ്രീ ചെക്കപ്പാണ് തരുന്നത്. അവരോടും ദൈവം മനസ്സലിഞ്ഞു. ആ സ്ത്രീയോട്, ആ ഡോക്ടറോട് ദൈവം മനസ്സലിഞ്ഞിട്ട് അവരെ കൊണ്ട് എനിക്ക് ട്രീറ്റ്മെന്റ് ദൈവം ഇടയാക്കി. അപ്പൊ അങ്ങനെ എന്നിട്ട് അവര് സാമ്പിളിന് കൊടുക്കുന്ന ടാബ്ലറ്റ് ഒക്കെ എനിക്ക് ദൈവം അവരിൽ കൂടി തന്ന് വേറൊരു സഹോദരി മൂലമാണ് കൊണ്ടുപോയി. നമ്മളൊരു അതുമേന്തൊക്കെ സഹോദരിയാണ്. അപ്പൊ അവരെന്നെ അങ്ങനെ കൊണ്ടുപോയിട്ട് പരിചയപ്പെടുത്തി. അങ്ങനെ 7 മാസം വരെ. അപ്പൊ അവർ 6-ാം മാസത്തിൽ നോക്കുമ്പോഴും എന്റെ യൂട്രസിൽ താഴെ മേളിലും മഴയുണ്ട്. അപ്പൊ അവരന്നേരവും പറയുന്നു, കൊച്ചിന് അപായമാണ്, തള്ളയ്ക്ക് അപായമാണ്. ഇനി അപ്പൊ ഞാൻ പറഞ്ഞു, ഇപ്പൊ ഞാനിവിടെ വന്നിരുന്ന് പ്രാർത്ഥിക്കും. പ്രാർത്ഥന കൂട്ടായ്മയുണ്ട്, സ്ത്രീകളുടെയൊക്കെ പ്രാർത്ഥന കൂട്ടായ്മ, സഭയുടെ സപ്പോർട്ട് നമുക്ക് ഒത്തിരി ഉണ്ട്, സഹോദരിമാരുടെ സപ്പോർട്ട് എല്ലാം ഉണ്ട്. എനിക്ക് ഭക്ഷണം ഒക്കെ ഒത്തിരി സഹോദരിമാർ ആ സമയത്തൊക്കെ വിളിച്ചു തരുമായിരുന്നു. അങ്ങനെ ഒരുപാട് സഹായങ്ങള്, വസ്ത്രങ്ങളൊക്കെ നമ്മുടെ ചർച്ചിലുള്ള സഹോദരിമാർ ഒത്തിരി സഹായിച്ചു. നമ്മുടെ അവസ്ഥ അറിഞ്ഞു ഒരുപാട് പേര് എന്നെ സഹായിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള നമ്മുടെ അങ്ങനെ ഒരു കൂട്ടായ്മയുണ്ട്, നമുക്കൊരു സഹോദരിമാരുടെ കൂട്ടായ്മ ഇവിടെ. അങ്ങനെ ഇരിക്കുമ്പം 7 മാസം തികഞ്ഞു. 7-ാം മാസത്തിൽ ഒരു 3-ാമത്തെ സ്കാൻ ചെയ്തു. 3-ാമത്തെ സ്കാൻ ചെയ്തപ്പം ആ മഴയില്ല. താങ്ക് യു ലോർഡ്. അവർ ചോദിക്കുക,
എങ്ങനെ സംഭവിച്ചെന്ന് അവരെന്നോട് ചോദിക്കുവാണ്, ഈ മിറാക്കൾ എങ്ങനെ സംഭവിച്ചെന്ന്. അപ്പൊ നമ്മുടെ ദൈവം വലിയവനല്ലേ? തീർച്ചയായും. നമ്മുടെ ദൈവം ശക്തനായ ദൈവമല്ലേ? അതെ, പ്രവർത്തിക്കാൻ കഴിയാത്ത ദൈവമല്ല, ആമേൻ. അല്ലേ? നമ്മുടെ ദൈവം പ്രവർത്തിക്കുന്ന ദൈവമാണ് സിസ്റ്ററെ. നമ്മുടെ ദൈവം പ്രവർത്തിക്കുന്നത്. അപ്പം പത്രോസിനെ കാരാഗ്രഹത്തിൽ അടച്ചപ്പോഴും സഭാ ശ്രദ്ധയോടുകൂടി അവന് വേണ്ടി പ്രാർത്ഥിച്ചല്ലേ? പ്രാർത്ഥിച്ചതിന്റെ പല പ്രാർത്ഥനയുടെ മറുപടിയുമായിട്ട് പത്രോസ് ആ വാതിൽക്കൽ ചെന്ന് നിൽക്കുന്ന കണ്ടില്ലേ? അതുപോലെ ഏതെങ്കിലും വ്യക്തികൾക്ക് പ്രാർത്ഥനയ്ക്ക് മറുപടി ഇല്ല, അല്ലെങ്കിൽ ഇന്ന് 23 പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ മറുപടി 24 നമുക്ക് കിട്ടും, അല്ലേ? അല്ലെങ്കിൽ ഇന്നലെ പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് മറുപടി ഇന്ന് നമുക്ക് കിട്ടും, അല്ലേ? ആ പ്രാർത്ഥനയ്ക്ക് മറുപടി ഇല്ല എന്ന് പറഞ്ഞ് ആരും ഇരിക്കേണ്ട ആവശ്യമില്ല. ദൈവം ശക്തനായ ദൈവമാണ്, പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന ദൈവമാണ്. അല്ല, ആർക്കുമില്ലാത്ത ഒരു വേദന എനിക്ക് നിങ്ങൾക്കും ഉണ്ടെങ്കിൽ ആ വേദന മാറ്റിത്തരാൻ ദൈവത്തിന് കഴിയും. അല്ലെങ്കിൽ ആ വ്യക്തിയെ കുറിച്ച് ദൈവത്തിന് പല ഉദ്ദേശങ്ങൾ കാണും, അല്ലേ? അപ്പൊ അങ്ങനെ ഇരിക്കും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ആ കുഞ്ഞിനെ ഞാൻ ഡെലിവറി ആയിട്ട് അപ്പൊ അവരെന്നോട് പറഞ്ഞിരുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. ഗവൺമെന്റ് ഹോസ്പിറ്റലിലാണ് ഞാൻ പോയത്. അപ്പൊ അവരെന്നോടൊരു കാര്യം പറഞ്ഞിരുന്നു, ഈ നിങ്ങൾ ഡെലിവറി ആവത്തില്ല, നിങ്ങളെ ഓപ്പറേഷൻ ചെയ്താലേ കൊച്ചിനെ എടുക്കാൻ പറ്റത്തുള്ളൂ പറഞ്ഞു. അപ്പോഴും ഞാനത് മറിയ ഹൃദയത്തിൽ സംഗ്രഹിച്ച പോലെ ഞാൻ സംഗ്രഹിച്ചു വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എനിക്കറിയാവുന്ന പോലൊക്കെ പ്രാർത്ഥിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ച് കർത്താവിനോട് കരഞ്ഞ് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ദൈവത്തിന്റെ സനിൽ നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ പറഞ്ഞ പോലെ സഹോദരിമാരൊക്കെ എനിക്ക് കൈത്താങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ 7 മാസമായപ്പം എനിക്ക് രാത്രി മുഴുവനും വേദന ഡെലിവറി ആവാനുള്ളത്. ഈ കറക്റ്റ് 7 മാസമേ ആയിട്ടുള്ളൂ. എന്നാൽ ആ സമയം പൂർണ്ണ വളർച്ച ദൈവം ആ കുഞ്ഞിന് കൊടുത്തിരുന്നു. പൂർണ്ണ വളർച്ച എന്ന് പറഞ്ഞാൽ നമ്മള് 8-9 മാസത്തിൽ 9 വിനാഴിക എന്നൊക്കെ പറഞ്ഞില്ലേ, 9 ദിവസം 9 വിനാഴിക, അതേപോലെ പൂർണ്ണമായി വളർച്ചയുള്ള ഒരു കുഞ്ഞ്. അന്ന് എന്നോട് പറഞ്ഞു, അഥവാ നിങ്ങൾ ആ ഗൈനക്കോളജിസ്റ്റ് പറഞ്ഞാണ്, കൊച്ചിന് കാല് കാണത്തില്ല, കൈ കാണത്തില്ല, ഒന്നെങ്കിൽ കണ്ണ് കാണത്തില്ല, ഒരു ഊനവുമില്ലാത്ത ആ കുഞ്ഞാണ് ഇപ്പൊ എനിക്കിത് ചെയ്തു തന്നത്. ഒരു ഊനവുമില്ലാത്ത ഒരു കുഞ്ഞിനെ എനിക്ക് എന്റെ കർത്താവ് ദാനമായി തന്നു. അത് അവര് പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യണം, എന്നാല് എനിക്ക് ഡെലിവറി തന്നെ ദൈവം തന്നു, എനിക്ക് നോർമൽ ഡെലിവറി തന്നെ ദൈവം തന്നു. 7 മണിക്ക് ഞാൻ 6 മണിക്ക് ഞാൻ ഇവിടുന്ന് പോയി, 7 മണിക്ക് ഡെലിവറി ആയി, 7:30 ആയപ്പോ തിരിച്ച് വീട്ടിൽ വന്നു. ഗവൺമെന്റ് ഹോസ്പിറ്റലാണ്ട് അവർ കിടത്തത്തില്ലായിരുന്നു. അങ്ങനെയൊക്കെ ദൈവം എന്നെ നടത്തിയ ദൈവമാണ്. ആ ദൈവത്തെ എനിക്ക് സ്തുതിക്കാതിരിക്കാൻ കഴിയത്തില്ല. ആ ദൈവത്തെ ആരാധിക്കാൻ പ്രതികൂലത്തിന്റെ മധ്യത്തിലായാലും, പ്രതിസന്ധിയുടെ മധ്യത്തിലായാലും, നിന്ദയുടെ മധ്യത്തിലായാലും, പരിഹാസങ്ങളുടെ മധ്യത്തിലായാലും, ഒത്തിരി കാര്യങ്ങളുടെ മധ്യത്തിലായാലും എന്റെ കർത്താവ് അന്ന് മുതൽ ഇന്ന് വരെ എന്നെ നടത്തിക്കൊണ്ടിരുന്നു. എനിക്ക് ശുശ്രൂഷ ചെയ്യണം, എന്റെ കർത്താവ് പുറത്തിറങ്ങണം, എനിക്കൊരു ആഗ്രഹമാണ്. എന്റെ കർത്താവിനെ എനിക്ക് ആരാധിക്കണം, എനിക്ക് പുറത്തു വരണം, ദൈവത്തോട് പറ്റിയിരിക്കണം. അങ്ങനത്തെ ഒരു അനുഭവത്തിലേക്ക് ദിവസങ്ങൾ കടന്നു വരാൻ വേണ്ടിയിട്ട് പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ഒരടി ഞാൻ എന്റെ സാക്ഷ്യം ഇനിയും പറയാൻ ഒത്തിരി ഉണ്ട്. സമയമുണ്ടോ ആന്റി? ഇനി സമയമുണ്ട്, പറഞ്ഞു. അതിനുശേഷം ഞാനിങ്ങനെ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ഞാൻ രക്ഷിക്കപ്പെട്ട നാൾ പോലെ ഞാൻ അത് അനുഭവിക്കുന്നതാണ്. ഞാനിങ്ങനെ പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ ആത്മാവിന്റെ ഒരു വിവശത എനിക്ക് വരും. അത് ആത്മാവിന്റെ വിവശത എന്ന് പറഞ്ഞാൽ ആർക്കും പറഞ്ഞ് അറിയിക്കാൻ പറ്റത്തില്ല. ഞാൻ അനുഭവിച്ച എനിക്ക് അറിയത്തുള്ളൂ. അത് ആത്മാവിന്റെ വിവശത എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് സ്വർഗത്തിലുമല്ല ഭൂമിയിലുമില്ലാത്ത ഒരു അനുഭവത്തിലേക്ക് എന്നെ ദൈവം കൊണ്ടുപോകും. ചില സമയം മണിക്കൂറൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഞാൻ എപ്പോഴും അങ്ങനെ പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ മണിക്കൂറുകളൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചിങ്ങനെ കണ്ണടഞ്ഞിങ്ങനെ വരുന്ന സമയത്ത്, ഇങ്ങനെ ആ വിവശത ഇങ്ങോട്ട് വരുന്ന സമയത്ത് എന്റെ വാ തന്നെ അങ്ങ് തുറക്കും. തുറന്ന് വേറെ ആർക്കെങ്കിലും അനുഭവം ഉണ്ടോന്ന് എനിക്ക് അറിയില്ല, പക്ഷെ എനിക്ക് അനുഭവം ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഞാൻ എന്റെ ഈ വാ തുറക്കുമ്പോ ഒന്നെങ്കിൽ ബ്രെഡും ഇറച്ചിയായിരിക്കും എന്റെ വായി. ഞാനത് റിയലായിട്ട് ചവച്ചു തന്നിട്ടുണ്ട്. റിയലായിട്ട് തന്നെ ഞാൻ സ്തോത്രം താങ്കിലോട് പറയാതിരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഒത്തിരി അനുഭവം ഒരുപാട് ദിവസങ്ങളില് ഒരുപാട് സന്ദർഭങ്ങളില് ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഒത്തിരി അനുഭവങ്ങൾ ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഈ നാളുകളിൽ ഞാൻ എന്റെ കർത്താവ് എനിക്ക് എന്റെ ദൈവത്തിന്റെ എനിക്ക് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്, മോശ ദൈവത്തെ കാണാൻ ആഗ്രഹിച്ച് എനിക്കും എന്റെ കർത്താവിനെ ഒന്ന് കാണണം, എന്റെ ആ മുഖം ഒന്ന് എനിക്കൊന്ന് കാണണം, എന്നെ ഒന്ന് തലോടനെ ഒന്ന് കാണണം. അതിന് മുന്നേ ഒരു ദിവസം ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്റെ തോളിന് വന്ന് ആരോ തട്ടി. എനിക്കത് മനസ്സിലായി. പിന്നെ ഞാൻ തുടർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ഒത്തിരി അനുഭവങ്ങൾ, ഒത്തിരി സന്ദർഭങ്ങളിൽ, ഒത്തിരി ദൈവം തമ്പുരാൻ എന്നെ തൊട്ട അനുഭവങ്ങൾ എനിക്ക് ഒത്തിരി പറയാനുണ്ട്. അതിനുശേഷം ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഒരെണ്ണം പറഞ്ഞാട്ട് ദൈവം തൊട്ട ഒരെണ്ണം പറയാൻ പറ്റുമോ?
പറയാം. ഇപ്പൊ ദൈവം തൊട്ടെന്ന് പറഞ്ഞാല് എനിക്കത് മനഃപൂർവ്വമായിട്ട് ദൈവം എന്നെ തൊട്ടെന്ന് പറഞ്ഞാൽ എനിക്കത് ഒത്തിരി അത് മനസ്സിലായിട്ടുണ്ട്. ഞാനിങ്ങനെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ ഒരു ദിവസം ഞാൻ രാത്രി 12 മണിക്കാണ് ഞാൻ പ്രാർത്ഥിക്കാനിരുന്നത്. 12 മണിക്കൊക്കെ ഞാൻ ഒറ്റയ്ക്കായിരിക്കുന്നത്. ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ അത് റിയൽ ആണോ അതൊരു ദർശനമാണോ എന്ന് എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഞാനിങ്ങനെ കാണുവാണ്, ഈ കവരവിളക്കില്ലേ, കവരവിളക്ക്, ആ വിളക്ക് 6 തണ്ടും അതുപോലെ തന്നെ ഒരു കെരൂബ്, അതിന് സമാഗമന കൂടാരം, ഇതെല്ലാം എന്നെ ഓരോന്ന് ഇതളായിട്ട് ദൈവം എടുത്ത് കാണിക്കുക. ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞിട്ട് ആ മെഴുകുതിരി ഇങ്ങനെ കത്തിക്കൊണ്ടേ ഇരിക്കുന്ന അതിനകത്ത്. അത് കഴിഞ്ഞിട്ട് ഈ കെരൂബുകൾ നിപ്പുണ്ട്. പക്ഷെ കെരൂബുകൾ ഒരു ഷാള് പുതച്ചിട്ടുണ്ട്. കെരൂബുകൾ ഇങ്ങനെ ഷാള് പുതച്ചത് ഞാൻ കാണുന്നത് അത് ഗോൾഡൻ കളറാണ്. പക്ഷെ അവരെ നമുക്ക് നോക്കാൻ പറ്റത്തില്ല. അങ്ങനത്തെ ഒരു അനുഭവം എന്നെ ദൈവം കാണിച്ചു അങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ അന്നേരം എനിക്കെന്തേ മനസ്സിലായി, കത്തിക്കൊണ്ടിരിക്കാനാണ് ദൈവം എന്നെ ഇങ്ങനെ കാണിക്കുന്നതെന്ന്. അപ്പൊ അതിനുശേഷം ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴെല്ലാം എന്നെ ദൈവം ഒലിമലയുടെ ഇറക്കത്തിൽ കൂടെ കർത്താവ് ഇങ്ങനെ ശിഷ്യന്മാരും കടന്നു പോകുന്നതും ദൈവവചനം വായിച്ചിട്ടുള്ള അറിവനുസരിച്ച് ഞാൻ ഇങ്ങനെല്ലാം ഒത്തിരി ദർശനങ്ങൾ എന്നെ ദൈവം ഇങ്ങനെ അത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എന്നെ അത് റിയൽ ആയിട്ടാണ് കാണുന്നത്. അതുപോലെ ഞാൻ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ എനിക്ക് തൃപ്തിയില്ല. പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ എനിക്കത് കണ്ടില്ലേ തൃപ്തി വരത്തില്ല. ഞാനിങ്ങനെ അതിപ്പോഴും ഞാൻ കാണുന്ന ഇതാണ്, പ്രാർത്ഥിക്കാൻ എന്റെ ഹൃദയം ഒരുക്കപ്പെട്ട് ഞാൻ ഇങ്ങനെ വന്നിരിക്കുമ്പോ ഞാൻ കാണുന്നത് ഒരു 100ന്റെ വാൾബ് എന്റെ മുമ്പിൽ കത്തിക്കിടക്കുന്ന പ്രകാശം ഉണ്ടല്ലോ, അതേ പ്രകാശത്തിലാണ്. ആ വെള്ള ഡ്രസ്സുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ വെള്ളയാണ് അതിനകത്ത് കാണുന്നത്. അങ്ങനെയുള്ള വെളിപ്പാടുകളും ദർശനങ്ങളൊക്കെ ദൈവം. അതുപോലെ തന്നെ 2 ആഴ്ചക്ക് മുമ്പേ ഞാൻ കണ്ടതാണ് ദൈവത്തിന്റെ ഒരു 2 കാല്. ഇപ്പൊ ഞാനിങ്ങനെ പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഇതാണല്ലോ, ദൈവമേ എനിക്ക് എന്റെ ഓരോരുത്തരും ഇങ്ങനെ സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും ഒക്കെ ഇങ്ങനെ കാണുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ദൈവമേ എനിക്കും എന്റെ കർത്താവിനെ ഒന്ന് കാണണം, ആ സ്വർഗത്തെക്കുറിച്ച് എനിക്കും ഒന്ന് കാണണം, ആ കാഴ്ച എന്നെ ഒന്ന് കാണിച്ചു തരണം. എന്നാലെ കുറച്ച് എന്നെ കർത്താവാണ്. ദൈവത്തിന്റെ 2 കാൽപാദം അത് കാണുന്നത് ആകാശത്തിലുമല്ല ഭൂമിയിലുമല്ല, അങ്ങനെ നിൽക്കുവാണ്. ഞാനൊരു രാവിലെ 10 മണി പ്രാർത്ഥിക്കാൻ തുടങ്ങി 12 മണി വരെ ഇത് ഞാൻ റിയൽ കാഴ്ചയാണ് കണ്ടത്. അത് ഒരിക്കലും ഒരു സ്വപ്നോ ദർശനം അല്ലായിരുന്നു, റിയൽ ആയിട്ടാണ്. ഞാൻ കണ്ണ് തുറന്നിരുന്ന സമയത്ത് ഞാൻ ഇതിനെ കണ്ടു. ഈ കർത്താവിന്റെ കാല് കൃപയാൽ ഞാനത് കണ്ടുകൊണ്ടിരുന്നു. ആ ദൈവത്തിന്റെ കൃപയെന്ന് പറഞ്ഞാൽ മാത്രമാണ് ആ കൃപ, ദൈവത്തിന്റെ കരുണ, ദൈവത്തിന്റെ കൃപ. അപ്പൊ എനിക്ക് മനസ്സിലായി ഞാൻ കെട്ടപ്പെട്ട കഴുതയല്ല, അഴിക്കപ്പെട്ട കഴുതയാണെന്ന് അന്നേരം എനിക്ക് മനസ്സിലായി. കർത്താവിന് എന്നെ കൊണ്ട് ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണല്ലോ എനിക്ക് ദർശനങ്ങൾ, വെളിപ്പാടുകൾ. എന്നാൽ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, എനിക്കൊന്ന് പുറത്തു വന്ന് എന്റെ കർത്താവിന്റെ സാക്ഷ്യമായിട്ട് നിൽക്കണം. അനേക മധ്യത്തിൽ അനേക കർത്താവിന്റെ കാല എങ്ങനെയാ കണ്ടേ പറഞ്ഞിട്ട്, കർത്താവിന്റെ കാലിന്റെ എങ്ങനെയാണ്? കർത്താവിന്റെ കാലെന്ന് പറഞ്ഞാൽ ആ കാല് ഞാൻ കണ്ടത് സാധാരണ കാലല്ല. ആ കാല് തേജസ്തൂപിയായ ഒരു കാല്. പക്ഷെ അത് പിന്നെ ആണിയോ ഒന്നും തറച്ച കാലല്ല ഞാൻ കണ്ടത്. ആണിയാൽ തറയ്ക്കപ്പെട്ട കാലൊന്നുമല്ല കണ്ടത്. തേജസ്തൂപിയായ കാലെന്ന് പറഞ്ഞാല് അതിന് അളവില്ലായിരുന്നു. അളന്ന് നമുക്ക് തിട്ടപ്പറ്റാൻ പറ്റത്തില്ല എത്ര വലിയ കാലാണെന്ന്. ഞാൻ പറയുന്ന ആന്റിക്ക് മനസ്സിലാവുന്നുണ്ടോ? അതിനെ അളന്ന് തിട്ടപ്പെടുത്താൻ കഴിയാത്ത ഒരു കാലാണ് ഞാൻ കണ്ടത്. അതിപ്പോഴും എന്റെ കണ്ണിന് മുമ്പ് ഇപ്പോൾ എനിക്കത് കാണാൻ. അപ്പൊ അങ്ങനെ ആ ദർശനങ്ങൾ, വെളിപ്പാടുകൾ ദൈവം എന്നെ പ്രകാശമുള്ള കാലാണ്. പ്രകാശം. അതെ അങ്ങനെയുള്ള കാര്യം. കാരണം ഞാനത് റിയൽ ആയിട്ടാണ് പ്രാർത്ഥിക്കാൻ കണ്ടു. ഞാൻ കണ്ണ് തുറക്കുമ്പോഴും ഇത് കണ്ടു, ഞാൻ അടുക്കളയിൽ പോയിട്ട് വരുമ്പോഴും ഇത് കാണുന്നുണ്ട്, വെള്ളം കുടിക്കാൻ പോകുമ്പോഴും ഇത് കാണുന്നുണ്ട്. അങ്ങനെയുള്ളൊരു കാലം. ആകാശത്തിലും അല്ല ഭൂമിയിലും അല്ല നിൽക്കുന്നത്, നിലം തൊട്ടിട്ടില്ല, മധ്യഭാഗത്താണ് നിൽക്കുന്നത്. അങ്ങനത്തെ ഒരു കാലിനെ എന്റെ ദൈവം കാണിച്ചപ്പോ ഞാൻ ഓർത്ത്, ദൈവമേ എനിക്ക് യാതൊരു യോഗ്യതയുമല്ല എന്റെ കർത്താവിന്റെ കാല് കാണാൻ. എന്നെ ആ അയോഗ്യയായിരുന്ന എണ്ണപ്പെട്ട എന്നെ ദൈവം യോഗ്യതാക്കി മാറ്റിയത് എത്ര വലിയൊരു ആ സ്നേഹമാണ്, ദൈവത്തിന്റെ വലിയ കരമാണ്, ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. നേരത്തെ പറഞ്ഞ പോലെ പത്രോസിനെ, യാക്കോബിനെ അവർ വാളുകൊണ്ട് കൊന്നു. പക്ഷെ പത്രോസിനെ പിടിച്ചവർ ഓർത്ത് തടവിലാക്കി. അവൻ തീർന്നു എന്ന് അവൻ വിചാരിച്ചല്ലേ, അവൻ തീർന്നു എന്ന് ഇവരെല്ലാം വിചാരിച്ചു. അതുപോലെ പൗലോസിന്റെ ശീലാസിന്റെ കഥ തീർന്നു എന്ന് വിചാരിച്ചു. പക്ഷെ അവിടെ തുടങ്ങി അവരുടെ സുവിശേഷ വേല, അവരുടെ പ്രവൃത്തി അവിടെ തുടങ്ങിയോണ്ടാണ് ആ സുവിശേഷ വേല ഇന്നും പരന്ന് അനേകര ദൈവവചനം, അല്ലെങ്കിൽ ആ പൗലോസ് എഴുതിയതായ ഒത്തിരി ബൈബിള് നമ്മൾ വായിക്കുന്നത് അല്ലെ, ലേഖനങ്ങൾ നമ്മൾ
ലേഖനങ്ങളൊക്കെ നമ്മൾ വായിക്കുന്നത്. അപ്പോൾ എന്നെ അവിടെ വെച്ച് തീർത്ത് കളയുന്ന ശത്രു പലപ്പോഴും വിചാരിച്ചു, സ്നാനപ്പെട്ടപ്പോഴും ഓർത്ത്, നാട്ടുകാർ പറഞ്ഞു, വീട്ടുകാർ പറഞ്ഞു, ചുറ്റുപാടുകാർ പറഞ്ഞു ഇവിടം കൊണ്ട് തീർന്നെന്ന്. ഇവിടെ വന്നപ്പോഴും ചിലരും പറഞ്ഞു ഇവിടം കൊണ്ട് തീർന്നെന്ന്. എന്നാൽ ഞാൻ ഇവിടം കൊണ്ട് തീർന്നെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കത്തില്ല. ഇനി എന്റെ കർത്താവ് അല്പകാലമേ എനിക്ക് ആയുസ്, അത്രയും എനിക്ക് അറിയില്ല ദൈവം തന്നിരിക്കുന്ന ആയുസ്. എന്നാൽ ആയുസിൽ എന്റെ കർത്താവിന്റെ വേല എനിക്ക് ചെയ്ത് തീർക്കണം. എനിക്കത് മാത്രമേ ഉള്ളൂ. എന്റെ കർത്താവിനെ എങ്ങനെങ്കിലും എനിക്ക് പ്രസാദിപ്പിക്കണം. എന്റെ ദൈവമായിട്ട് വ്യക്തിപരമായി ബന്ധം പുലർത്തി കർത്താവിന്റെ സുവിശേഷ വേല ചെയ്യണം. അതിനുവേണ്ടിയാണ് ഞാൻ ഇപ്പോഴും പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിന്റെ ദർശനങ്ങൾ, വെളിപ്പാടുകളെ അത് പ്രാപിച്ചെടുക്കുവാന് ദിവസങ്ങളിൽ ദൈവപ്രവൃത്തി എന്റെ കണ്ണിന് മുമ്പ് കാണേണ്ടതിനായിട്ട് ഇത് കേൾക്കുന്ന എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതുപോലെ സമയം തീർന്നോന്ന് എനിക്കറിയില്ല. ഇല്ല, സമയമുണ്ട് പറഞ്ഞു. സമയത്തെ ഓർത്ത് ഭാരപ്പെടണ്ട, ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അങ്ങനെ അനേകം മരണത്തിൽ നിന്ന്, ഒരു മരണത്തിൽ നിന്നല്ല എന്റെ കർത്താവിനെ വിടുവിച്ച് അനേക രോഗങ്ങൾ പിടിപെട്ട്. വേറെ രോഗം എന്ന് പറഞ്ഞാൽ കൊറോണ 3 പ്രാവശ്യം എനിക്ക് പിടിച്ചു. 3 പ്രാവശ്യം എനിക്ക് കൊറോണ പിടിച്ചു. പക്ഷെ നമ്മള് ആർക്കും അന്ന് ആ സമയത്തൊന്നും ഈ സാഹചര്യത്തിൽ അറിയത്തില്ലല്ലോ. പക്ഷെ ഞാൻ ഈ കൊറോണ പിടിച്ച സമയത്തും ദൈവത്തിന്റെ സന്നിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതിവേദന, നടക്കാൻ വയ്യ, എടുക്കാൻ വയ്യ, എഴുന്നേറ്റ് നടക്കാൻ വയ്യ, തലകറക്കം. അതുപോലെ എനിക്ക് തലകറക്കം ഉണ്ട് ഇപ്പോഴും. അപ്പൊ അങ്ങനെ ഒത്തിരി രോഗത്താൽ ഞാൻ ഒത്തിരി ഭാരപ്പെട്ട സമയത്തും എന്റെ കർത്താവാണ് എന്നെ സൗഖ്യമാക്കിയത്. ഒരു ലോക വൈദ്യനിലെ ആശ്രയിക്കാതെ എന്റെ ദൈവം എന്നെ സൗഖ്യമാക്കി. എനിക്ക് ശ്വസിക്കാൻ കഴിഞ്ഞില്ല, ശ്വാസം മുട്ടല്, മരണത്തോട് മല്ലടിച്ച സമയത്തൊക്കെ ദൈവത്തിന്റെ സന്നിധി ഞാൻ പ്രാർത്ഥിച്ച്, കർത്താവേ എന്നെ ഒന്ന് വിടുവിക്കണമേ. എന്റെ ദൈവത്തെയാണല്ലോ ഞാൻ ആശ്രയിക്കുന്നത്, ജീവനുള്ള ദൈവത്തെയാണല്ലോ ഞാൻ ആശ്രയിക്കുന്നത്. ഒത്തിരി പ്രാവശ്യം ആക്സിഡന്റ് വന്ന്, ഒരു പ്രാവശ്യം എന്നെ പട്ടി കടിച്ചു. ശ്വാസം മുട്ടിയത് കൊറോണയുടെ സമയത്താണോ? ആ സമയത്താണ് ശ്വാസം മുട്ടിയത്. അപ്പൊ പിന്നെ ഹോസ്പിറ്റലിൽ പോയില്ല? ഹോസ്പിറ്റലിൽ പോയില്ല. ഞാൻ വിശ്വാസത്തോടെ ദൈവസ്ഥനിൽ പ്രാർത്ഥിച്ചു, കർത്താവ് അതിന്മെല്ലാം വിടുതൽ തന്നു. എന്നാലും മരണത്തിന്റെ പക്കോളം എത്തിയ സ്ഥാനത്തൊക്കെയും ദൈവത്തിന്റെ പ്രവൃത്തി ദൈവം വെളിപ്പെടുത്തി. ഞാൻ ഈ പട്ടി കടിച്ച കാര്യം ഞാൻ ഇന്ന് വരെ ആരോട്, ഞാനത് ആദ്യമായിട്ടാണ് പറയുന്നത്. ഞാൻ ഒരു ദിവസം ചർച്ചിൽ പോയിട്ട് നടന്നിങ്ങോട്ട് വരുന്ന സമയത്ത് ഞാൻ പട്ടി ഇങ്ങോട്ട് വന്ന് പെട്ടെന്ന് വന്ന് ഞാൻ പട്ടി കിടക്കുന്ന കണ്ടില്ല. ഈ പട്ടി ഞാൻ പട്ടി എന്നെ കയറി കടിച്ചു. ഞാൻ ചവിട്ടി വഴിയിൽ വെച്ച് വഴിയിൽ വെച്ച്. അപ്പൊ ഈ പേപ്പട്ടിയൊക്കെ ഉള്ള സമയം ഒരുപാട് സമയം അതിന് വേണ്ടോരെന്ന് എനിക്കറിയില്ല. എങ്കിലും ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ദൈവസനിൽ വെച്ച് കർത്താവിനോട് പറഞ്ഞു, ഞാൻ പ്രാർത്ഥിച്ച് ഇച്ചിരി എണ്ണ തേച്ച്, ഞാൻ എന്റെ കൊച്ചുങ്ങൾക്ക് വന്നാലും അതുപോലെ, മൃഗങ്ങൾക്ക് വന്നാലും അതുപോലെ തന്നെ ഞാനത് പ്രാർത്ഥിച്ചാണ് വിടുതൽ പ്രാപിക്കുന്നത്. എന്റെ കുഞ്ഞുങ്ങൾക്ക് എന്തെല്ലാം അസുഖം വന്നാലും ഞാൻ അവർക്ക് പ്രാർത്ഥിച്ച് വെള്ളം കൊടുത്തു, അല്ലെങ്കിൽ അവരുടെ തലയിൽ കൈ വെച്ച് ഞാൻ പ്രാർത്ഥിക്കും, കർത്താവേ ഇതിനൊരു വിടുതൽ കൊടുക്കണമേ, ഞാൻ ആശ്രയിക്കുന്ന എന്റെ കർത്താവിലാണല്ലോ, മറ്റുള്ളവർ ലജ്ജിച്ചു പോകരുത് എന്ന് പറഞ്ഞ് ഞാൻ അനേക സന്ദർഭങ്ങൾ പ്രാർത്ഥിച്ച് എന്റെ കുഞ്ഞുങ്ങൾക്ക് വിടുതൽ ഇട്ടിട്ടുണ്ട്. അതുപോലെ എന്റെ മൂത്ത മോള് കോളേജിൽ പോകുന്ന സമയത്ത് അവൾക്ക് ഇതുണ്ടായിരുന്നു, സൈനസൈറ്റിസിന്റെ പ്രവർത്തനം, രോഗം. അപ്പൊ ആ രോഗം അവള് മൂക്കിനകത്തൂടെ ഇങ്ങനെ ബ്ലഡ് പോകും, അവൾക്ക് ആസ്മയുണ്ട്. അപ്പൊ അവള് എന്നും കോളേജിൽ പോകുന്ന സമയത്ത്, അവള് അന്ന് കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവള് ഈ ബസ് കയറിയാണ് കോളേജിൽ പോകുന്നത്. അപ്പൊ ഇവള് എന്നും പോകുന്ന സമയത്ത് മിക്കവാറും ദിവസങ്ങളില് ഇവള് വഴിയിൽ വീഴുമ്പോൾ ഞാൻ ദൈവത്തോട് ഞാൻ ഒത്തിരി പ്രാവശ്യം അങ്ങനെ ആദ്യമൊക്കെയും പ്രാർത്ഥിക്കും. എന്റെ കുഞ്ഞുങ്ങൾക്ക് എന്ത് വന്നാലും ഞാൻ തന്നെയാണ് പ്രാർത്ഥിച്ചതിന് ഭേദം വരുത്തുന്നത്. അങ്ങനെ പ്രാർത്ഥിച്ച് അങ്ങനെ ഞാൻ അതിനു വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിച്ച് ഒരു 3-4 പ്രാവശ്യം കുഞ്ഞ് വീണു. അപ്പൊ ഞാൻ ഓർത്ത്, ദൈവമേ, ബസ് സ്റ്റാൻഡിലായോണ്ട് രക്ഷപ്പെട്ട് റോഡിന്റെ നടുവിലെങ്ങാണം വീണ വണ്ടികളിലോ കയറുമോ ഒക്കെ അപകടമൊക്കെ ഉണ്ടാവും. ഞാൻ പോകുന്ന സമയത്ത് ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങും, കരയും, ദൈവത്തിന്റെ സന്നിധിയിൽ കരയും, പ്രാർത്ഥിക്കും. ഞാൻ എന്റെ പ്രാർത്ഥന രഹസ്യം ഞാൻ പറയട്ടെ, കരഞ്ഞ് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് കർത്താവിനോട് പറയും, കുഞ്ഞു പോയതെല്ലാം ദൈവസാന്നിധ്യം, അവൾ പരിശുദ്ധാത്മാവിന്റെ അകത്തായി തീരട്ടെ, അവൾ പോകുന്ന വാഹനത്തിൽ പരിശുദ്ധാത്മാവിന്റെ അകമായി തീരട്ടെ. അങ്ങനെയൊക്കെ ഞാൻ പ്രാർത്ഥിക്കും. ദൈവ സാന്നിധ്യത്തിൽ വസിക്കുന്ന ഒരു വ്യക്തിയെ ശത്രുവിനെ തൊടാൻ പറ്റത്തില്ല, അല്ലേ? ശത്രു പരാജയപ്പെട്ടവനാണ്, അവൻ ഒരിക്കലും വിജയമില്ല. കർത്താവാണ് ജയിച്ച കർത്താവ്. അപ്പൊ ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കും. അങ്ങനെ ഇവിടെ വന്ന് വീട്ടിൽ വന്നു അങ്ങനെ അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട്, ഇനി ഈ രോഗം ഇവിടെ ശരീരത്തിൽ വാഴുവാൻ എനക്ക് അധികാരം ലഭിച്ചാല് രോഗശക്തി വിട്ടുപോകുമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് അവൾക്ക് ഇന്നേ വരെ പിന്നെ ആ രോഗം വന്നിട്ടുമില്ല, അവള് വഴിയിൽ വീണിട്ടുമില്ല. അങ്ങനെയൊക്കെ ദൈവം ഒത്തിരി അത്ഭുതമായിട്ട് നടത്തിയിട്ടുണ്ട്. കുഞ്ഞുങ്ങൾക്കെല്ലാം അവൾക്ക് ഈ ആസ്മ ഉള്ളത് കൊണ്ട് പല സമയങ്ങളിൽ ഫിക്സ് വന്നു.
പിക്സ് വന്ന സമയത്തൊക്കെ അവിടുന്നൊക്കെ ദൈവം വിടുവിച്ച്. ഡോക്ടേഴ്സ് പറഞ്ഞു ഈ കുഞ്ഞിനെ കിട്ടത്തില്ല, പിക്സ് വന്നതുകൊണ്ട് അവള് മരിച്ചു പോകുമെന്നൊക്കെയും പറഞ്ഞു. എങ്കിലും ദൈവം അവളെ സൗഖ്യത്തോടെ ആരോഗ്യത്തോടെ ഇപ്പോഴും നടത്തുന്നു. ദൈവത്തിന്റെ കൃപയാൽ അവളെ ദൈവം തമ്പുരാൻ സൂക്ഷിച്ച് പരിപാലിക്കുന്നു. ദൈവം ചെയ്യുന്ന സകല ഉപകാരങ്ങളും, ആ പാട്ടുകാരൻ പറഞ്ഞല്ലോ, ദൈവം ചെയ്ത നന്മകൾ എത്രമാത്രം വലിയതാണ്, അത് വർണ്ണിപ്പാൻ നമുക്ക് കഴിയത്തില്ല അല്ലെ. ദൈവം നമ്മളെ നടത്തിയ വിധങ്ങൾ പറഞ്ഞാല് നമുക്ക് വർണ്ണിപ്പാൻ കഴിയത്തില്ല. അങ്ങനെ ദൈവം ഞങ്ങളെ ഇത്രത്തോളം നടത്തി പരിപാലിച്ച് ഈ ബാംഗ്ലൂരിന്റെ പട്ടണത്തില് ഇത്ര പിന്നെ എനിക്ക് കിട്ടുന്ന സമയങ്ങളിലൊക്കെ ആരെങ്കിലും വിളിക്കുവാണെങ്കിൽ അവരൊക്കെ പോയി പ്രാർത്ഥിക്കുവാനും അതുപോലെ അവർക്ക് വേണ്ടുന്ന ആലോചന കൊടുക്കാനൊക്കെ ദൈവം എന്നെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. അനേകർ എന്നെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പറയും, ഇന്ന വിഷയങ്ങളുണ്ട് പ്രാർത്ഥിക്കാൻ. ചിലർ പറയും പ്രാർത്ഥിച്ചാല് എനിക്ക് വിടുതലായെന്ന് പറഞ്ഞ് നമ്മളെ മറുപടി ഒക്കെ കിട്ടിയെന്നൊക്കെ പറഞ്ഞ് ഞാൻ ആർക്കേലും വേണ്ടി ആരെങ്കിലും എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ വിഷയം വെച്ച് അവർക്ക് വേണ്ടി ഞാൻ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന മാത്രം, ഞാൻ ഉപവസിച്ച് പ്രാർത്ഥിക്കും. കർത്താവേ അവർക്കൊരു വിടുതൽ കൊടുക്കണമേ. നമ്മളെ ആശ്രയിച്ച് നമ്മളോട് പ്രാർത്ഥിക്കാൻ അവർ പറഞ്ഞപ്പോഴേ ദൈവമേ അവർക്കൊരു വിടുതൽ കൊടുക്കണമേ എന്ന് പറഞ്ഞ് ഞാൻ അവർക്ക് വേണ്ടി ഞാൻ ഉപവസിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. കഴിഞ്ഞ നാളുകളിലും ഈ നാളിലും ഒക്കെ എന്നോട് പ്രാർത്ഥന വിഷയം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വഹിക്കാൻ കഴിയാത്ത വിഷയമാണെങ്കിൽ, വിടുതലില്ലാത്ത വിഷയമാണെങ്കിൽ ആ വിഷയത്തിന് വേണ്ടി ഞാൻ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു പ്രകൃതം എന്റെ ജീവിതത്തിൽ എനിക്ക് ദൈവം തന്നിട്ടുണ്ട്. പിന്നെ ഇനി എന്നോടൊരു വിഷയം ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് ഏറ്റെടുത്ത് വെച്ച് പ്രാർത്ഥിക്കും. എന്റെ വിഷയം പോലും ആ വിഷയം ഞാൻ ഏറ്റെടുത്ത് വെച്ച് പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവം എന്റെ ജീവിതത്തിലുണ്ട്. ദൈവത്തിന്റെ വചനം ഇപ്രകാരം പറഞ്ഞു, എഫേസ്യർ എഴുതിയ 1-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ലോക സ്ഥാപനത്തിന് മുമ്പേ ഞാൻ നിന്നെ കണ്ടു അല്ലേ. നമ്മളെ എല്ലാവരെയും കർത്താവ് ലോക സ്ഥാപനത്തിന് മുമ്പെയാണ് കണ്ടത്. അപ്പൊ ലോകം സ്ഥാപിക്കുന്നതിന് മുമ്പേ എന്റെ കർത്താവ് എന്റെ പേര് സ്വർഗത്തിൽ എഴുതിയിരുന്നു ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ഇത്രത്തോളം ദൈവം എനിക്ക് ആയുസ് തന്നു, ആരോഗ്യം തന്നു, ബലം തന്നു നടത്തിയത്. എന്നെ ഇത്രത്തോളം സാക്ഷ്യം പറയാനും ദൈവം അവിടുന്ന് ബലപ്പെടുത്തിയത് അതുകൊണ്ട് തന്നെയാണ്. അല്ലെങ്കിൽ എനിക്ക് ഇത്രയും സാക്ഷ്യം ഒന്നും പറയാൻ എനിക്കാണുള്ള ശക്തിയോ കഴിവോ ഒന്നുമില്ല, ഇത്ര നിന്ന് പറയാനെന്നുള്ളൊരു കഴിവൊന്നുമില്ല. അങ്ങനെ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ, എനിക്കൊരു പാരമ്പര്യം പറയാനോ പാരമ്പര്യമായിട്ട് എനിക്ക് അതുണ്ട് ഇതുണ്ട്, അല്ലെങ്കിൽ മതിൽക്കെട്ടിലാണ് ഞാൻ ജീവിച്ചത് വളർന്നത്, എനിക്കൊന്നും പറയാനില്ല. എനിക്ക് പറയാനുള്ള എന്റെ പ്രാണപ്രിയനെ കുറിച്ച് മാത്രമേ ഉള്ളൂ, എന്റെ കർത്താവിനെ കുറിച്ച് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എന്റെ ദൈവം വലിയവനാണ്, അഖിലാണ്ട സൃഷ്ടിയാണ് എന്റെ കർത്താവ്, സർവശക്തനായ ദൈവമാണ്, സർവവ്യാപിயான ദൈവമാണ്, സർവജ്ഞാനിയായ ദൈവമാണ്. ആ ദൈവത്തെ വിട്ട് എനിക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. എനിക്ക് ഒരു മഹിമയും പറയാനില്ല. ആ കർത്താവിനെ കുറിച്ച് അല്ലാതെ എനിക്ക് പറയാനില്ല. എന്റെ കർത്താവിനെ കുറിച്ച് എന്റെ ആയുസ് എത്ര എന്റെ ദൈവം തമ്പുരാൻ എനിക്ക് തരുന്നു, ആയുസ് മുഴുവനും എന്റെ കർത്താവിനെ കുറിച്ച് മാത്രമേ എനിക്ക് പറയാനുള്ള. എന്നെ പോലെ സ്നാനപ്പെട്ട അനേക സഹോദരിമാർ എന്നെ കേൾക്കുന്നുണ്ടായിരിക്കും. ആ സഹോദരിമാരോട് എനിക്കൊരു സത്വർത്താനം പറയാനുള്ളത് എന്ന് കാലം ദൈവം ഏത് മലയിടുക്കിലായാലും ഏത് കാട്ടിലായാലും ഏത് ഭവന അന്തരീക്ഷത്തിൽ ആരാധന സ്വാതന്ത്ര്യമില്ലാത്ത ഏതെങ്കിലും വ്യക്തി ജീവിതങ്ങളുണ്ടെങ്കിൽ, ആരാധന സ്വാതന്ത്ര്യമില്ലാത്തവരും ചർച്ചയിൽ പോകാൻ സ്വാതന്ത്ര്യമില്ലാത്ത ഏതെങ്കിലും സഹോദരിമാർ ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ വിശാലമായ ഒരു വാതിൽ കർത്താവ് നിന്റെ മുമ്പിൽ തുറന്നു വെച്ചിട്ടുണ്ട്. ദൈവവൈതലേ, സമാധാനത്തിന്റെ ദൈവമോ, വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽക്കീഴില് ചതച്ച സാത്താൻ അവൻ ഫെയിലാവനാണ്, അവൻ ഫെയിലിയറാണ്. അവൻ ഒരിക്കലും ജയിക്കത്തില്ല. നമ്മുടെ ദൈവമാണ് ജയിച്ച ദൈവം. നമ്മുടെ ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യവുമില്ല. നമ്മുടെ ദൈവം ജയിച്ച ദൈവമാണ്, നമ്മുടെ ജയവീരനായ ദൈവമാണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ പൗലോസിനെ ശീലാസിനെ കാരാഗ്രഹത്തിൽ അടച്ചു കഴിഞ്ഞപ്പോൾ അവര് വിചാരിച്ച് ഇവന്റെ കഥ കഴിഞ്ഞുവെന്ന്. അവരെല്ലാരും വിചാരിച്ചു, കാരാഗ്രഹ പ്രമാണികൾ വിചാരിച്ചു, പരീശന്മാർ വിചാരിച്ചു, കൊണ്ടുപോയി ആക്കിയ ആൾക്കാർ വിചാരിച്ചു, ലാഭം ഉണ്ടാക്കുന്ന ആൾക്കാർ വിചാരിച്ചു. ആ സഹോദരിയുടെ ഭൂതത്തെ വിട്ടു കഴിഞ്ഞപ്പോൾ അവർ ലാഭം അങ്ങ് പോയല്ലോ അവർക്ക്. അപ്പോൾ എന്നാ ഫിലിപ്പിയിലെ കാരാഗ്രഹത്തിൽ അടച്ചു കഴിഞ്ഞാല് ഇവർ രണ്ടും തീർന്നു എന്ന് വിചാരിച്ചു. എന്നാൽ ഇവർ രണ്ടും തീരുവല്ലായിരുന്നു. അവിടെ തീർന്നു എന്ന് പറഞ്ഞവരുടെ മധ്യത്തിൽ അവർ ആരംഭിക്കാൻ തുടങ്ങി. അവരുടെ പ്രവൃത്തി, ആ ദൈവവേലയുടെ പ്രവൃത്തി അവിടെ വെളിപ്പെടുവാനിടയായി. എന്നെ കേൾക്കുന്ന ആരെങ്കിലും നിങ്ങളെ കുറിച്ച് തീർന്നുവെന്ന് ഏതെങ്കിലും വ്യക്തി ജീവിതങ്ങളെ നിങ്ങളെ കുറിച്ച് വെല്ലുവിളിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം സഹോദരിമാരെ എനിക്കൊന്ന് മാത്രമേ പറയാനുള്ളൂ. നിങ്ങളെ തീർത്തു കളയാനല്ല ദൈവം വിളിച്ച് വേർതിരിച്ചത്, തന്റെ ജനത്തിന്റെ അവകാശത്തിന്റെ ഓഹരിയിലേക്ക് കടക്കുവാനും ആ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനും ആ നിത്യത നിങ്ങൾക്ക് അവകാശമാക്കുവാനും
കർത്താവിന്റെ തന്റെ വേല ചെയ്തെടുക്കുവാനുമാണ് ദൈവം നിങ്ങളെ വിളിച്ച് വേർതിരിച്ച്. അതിനുവേണ്ടി നിങ്ങൾ ദിവസങ്ങൾ ഒരുക്കപ്പെടുവാണെങ്കിൽ ദൈവത്തിന് ചില പദ്ധതികൾ നിങ്ങളിലൂടെ എന്നിലൂടെ ചെയ്തെടുക്കാനുണ്ടെന്ന് ദൈവാത്മ വ്യക്തമായിട്ട് നിങ്ങളുടെ ആലോചന പറയട്ടെ. റീവൽ കടകലാതി, അക്ഷല കടകല, സന്തൽ കടകലാതി തകർന്നു നുറുങ്ങിയിരിക്കുന്ന ഹൃദയമായിട്ട് ആരെങ്കിലും ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ആ തകർച്ച മാറ്റുവാന്, നുറുക്കം മാറ്റുവാന്, മുറി കെട്ടുവാന്, എണ്ണ പുരട്ടുവാൻ ശക്തനായ ഒരു ദൈവം നമ്മുടെ മധ്യത്തിൽ ഇന്ന് പകൽക്കാലം ആഗതമായിട്ടുണ്ട്. ആ കർത്താവിന് സ്വാഗതം ചെയ്യുവാണെങ്കിൽ എന്റെ നിന്റെ ഭവനത്തിൽ നിന്ന് വിട്ടു മാറാതെ ദൈവം നമ്മളെ കാത്തു സൂക്ഷിക്കുന്നു. ഞാനൊരു പാട്ടിന്റെ 4 വരി പാടിക്കോട്ടെ. ദൈവം എന്നെ അത് ചിന്തിപ്പിച്ചതാണ്, അതുകൊണ്ടാണ് ഞാൻ പാടുന്നത്. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എന്നേശുപരാ, നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എന്നേശുപരാ. എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന സ്നേഹത്തിനും എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന സ്നേഹത്തിനും നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എന്നേശുപരാ, നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എന്നേശുപരാ. ദൈവത്തിന് നന്ദിയല്ലാതെ പറയാൻ എനിക്കൊന്നുമില്ല. കർത്താവിന് നന്ദിയല്ലാതെ പറയാൻ ദൈവം നടത്തിയ വിധങ്ങള്, ദൈവം പരിപാലിച്ച വിധങ്ങള്, ദൈവം എത്രത്തോളം നടത്തിയ വിധങ്ങൾ ഞാൻ ആവർത്തന വിരസത കൂടാതെ വണ്ണം ഞാൻ പറഞ്ഞു. എനിക്ക് ഇത്രയും സമയം തന്ന ജോയിസ് ടിവിയോടും അതുപോലെ എന്റെ ഭാരവാഹികളോടും എല്ലാം ഞാൻ എന്റെ നന്ദി പറയുകയാണ്. പാട്ടുകാരൻ പറഞ്ഞ പോലെ നന്ദി അല്ലാതെ ഒന്നും പറയാൻ എനിക്കില്ല. എന്റെ സാക്ഷിയൊക്കെയും കേട്ട് ഭൂലോകത്തിലൊക്കെയും എന്റെ കർത്താവിന്റെ വചനം പറയുന്ന പോലെ, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദിയയിലും ശമരിയയിലും ഭൂലോകത്തിന്റെ എല്ലാ അറ്റത്തോളം ഇത് പരക്കട്ടെ. എന്റെ സാക്ഷ്യം ഇന്ന് പകൽക്കാലം ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ സാക്ഷ്യം അനേകർക്കൊരു വിടുതലായി തീരട്ടെ, അനേകർക്കൊരു ബഹുമതിയായി തീരട്ടെ, അനേകർക്കൊരു ആശ്വാസമായി തീരട്ടെ. എന്നെ പോലെ രക്ഷിക്കപ്പെട്ട അനേകർക്കൊരു വിടുതലും ആശ്വാസമായി തീരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നന്ദി. എനിക്ക് സമയം തന്ന അഞ്ചിയോടും ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. കാണുവാൻ ദൈവം സഹായിച്ചല്ലോ. ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. ഈ ടിവിയിൽ കൂടി അനേകർ കടന്നു വന്ന് രക്ഷയിലേക്ക് കടന്നു വരട്ടെ. അനേകരുടെ സാക്ഷ്യം മൂലം ഇതൊരു അനുഗ്രഹമായി തീരട്ടെ. ഇത് ഒരു വിശാലതയിലേക്ക് ദൈവം കൊണ്ടുവരട്ടെ. ഞാൻ ആത്മാവിലാണ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ശന്തൽ കടകളാതി റീവലകടകൾ ശന്തൽ പ്രവിടെ അത് ഇതൊരു ചലഞ്ചായി തീരട്ടെ, അല്ലെങ്കിൽ അതൊരു വിശാലതയിലേക്ക് ഇനിയും ഇതിന്റെ തന്നെ പേരിൽ വേറെ ഇതുപോലുള്ള സാക്ഷ്യങ്ങൾ വരുന്ന ടിവികൾ ഉണ്ടായിത്തീരട്ടെ. അതിനുവേണ്ടി ഞാനും പ്രാർത്ഥിക്കുന്നു. എനിക്ക് വേണ്ടി ഇനി നിങ്ങൾ മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ സാക്ഷ്യം വിരമിക്കുന്നു. ദൈവം നമ്മളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. ആമേൻ ആമേൻ ദേവദാസി.